ഹലോ ഡിയേഴ്സ്, ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 7th സ്റ്റാൻഡേർഡിൽ ഇംഗ്ലീഷാണ് കേട്ടോ. അതിൽ ആക്ടിവിറ്റീസാണ് വില്ലേജ് പൂരം, 4th യൂണിറ്റായ റിതം ഓഫ് ലൈഫിലുള്ള വില്ലേജ് പൂരം. അതിൻ്റെ ആക്ടിവിറ്റീസാണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് കേട്ടോ. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇവിടെ എന്താണെന്ന് നോക്കിയാൽ ദർ ആർ സെവറൽ എക്സ്പ്രഷൻസ് ഇൻ എ വില്ലേജ് പൂരം അസോസിയേറ്റഡ് വിത്ത് സൈറ്റ്സ് ആൻഡ് സൗണ്ട് ഓഡിറ്ററി. ക്ലാസിഫൈ ദം ആസ് ഷോൺ ബിലോ. എന്താണ് ഇവിടെ ഒരുപാട് ഈ വില്ലേജ് പൂരത്തിന് എന്താണ് ഒരുപാട് സൈറ്റ്സ് അല്ലെ, സൈറ്റ്സ് അതിന് വിഷ്വലായിട്ട് കാണാൻ കഴിയുന്നതായിട്ട് നമ്മളൊരു ഇത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ആ കാഴ്ച നമ്മുടെ മനസ്സിൽ കാണുകയാണ് അല്ലേ. അതുപോലെ സൗണ്ട്സ് അല്ലേ, അത് പറയുമ്പോൾ നമ്മളെ സൗണ്ട് നമ്മുടെ ചെവിയിൽ കേൾക്കുകയാണ് അല്ലേ, അതാണ് ഓഡിറ്ററി സൗണ്ട് അല്ലേ. അത് അങ്ങനെ ഈ വില്ലേജ് പൂരത്തിൽ ഒരുപാട് വരുന്നുണ്ട് അല്ലേ. ക്ലാസിഫൈ ദം ആസ് ഷോൺ ബിലോ. നിങ്ങൾ എന്താക്കുക, അത് നിങ്ങൾ താഴെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിഷ്വൽ എന്ന് പറഞ്ഞാൽ സൈറ്റ് അല്ലേ, നമ്മൾ പറയുമ്പോൾ നമ്മളെ മനസ്സിലാക്കുക കാഴ്ചയോട് വരികയാണ് അല്ലേ. ആ വിഷ്വലാണ് എന്തൊക്കെയാ നോക്കുക. മൗണ്ടെയിൻസ് ഓഫ് ബനാനാസ്, എന്താണ് പഴങ്ങളുടെ ഒരു കൂട്ട് അല്ലേ. പിന്നെ എന്തൊക്കെയാ ഇവിടെ വരിക നോക്കിയേ, ഇവിടെ എന്താണ് വരുന്നത് നോക്കിയേ. പിന്നെ ഹില്ലോക്സ് ഓഫ് പാഡി, അവിടെ ഹില്ലോക്സ് ഓഫ് പാഡി. പിന്നെന്താ യാർഡ്സ് ഓഫ് ജാസ്മിൻ, റോസ് ഓഫ് ഗ്ലിൻറ്റിംഗ് ഗ്ലാസ് ബാംഗിൾസ്, ഷിമ്മറി സാറ്റിൻ റിബൺസ് ഇൻ റെയിൻബോ ഹ്യൂസ്, ട്രിങ്കറ്റ്സ് ടോയ്സ് അല്ലേ. പിന്നെന്താണ് അതൊക്കെ അല്ലേ. പിന്നെ ഇവിടെ നമുക്ക് താഴെ വരുന്നുണ്ട് അല്ലേ, എന്താന്നുള്ളത് നോക്കാം. എന്തൊക്കെയാ വരുന്നത്. പിന്നെന്താണ് എലിറ്റ് ബ്രോൺസ് ലാമ്പ് അല്ലേ, നമ്മളവർക്ക് കത്തിച്ച് വെക്കുന്നത് അല്ലേ. അങ്ങനെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് അല്ലേ. അതൊക്കെ അവിടെ എഴുതാനാണ്, സൈറ്റിൻ്റെ ഇതിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് എഴുതാം അല്ലേ. ഹില്ലോക്സ് ഓഫ് പാഡി, ലിറ്റ് ഓഫ് ബ്രോൺസ് ലാമ്പ്, പിന്നെ എന്നാട്ടോ അവിടെ ബ്രോൺസ് ലാമ്പ്, യാർഡ്സ് ഓഫ് ജാസ്മിൻ അല്ലേ, അതൊക്കെ എഴുതുക. പിന്നെ അടുത്ത എന്താണ് അവിടെ ബ്രോൺസ് BRONZE കേട്ടോ, M അല്ല കേട്ടോ, N ആക്കുക കേട്ടോ നിങ്ങൾ. N ആക്കുക കേട്ടോ. പിന്നെ എന്താണ് ബ്രോൺസ് ലാമ്പ് ഇത് കേട്ടോ. പിന്നെ യാർഡ്സ് ഓഫ് ജാസ്മിൻ അല്ലേ. അതുപോലെ എന്താണ് ഇവിടെ വിഷ്വൽസ് ഇപ്പോൾ പറഞ്ഞില്ല. ഇനി ഓഡിറ്ററിയിൽ എന്താ ഡ്രമ്മേഴ്സ് ബീറ്റിംഗ് ദെയർ ചെണ്ടാസ് അല്ലേ. എന്താണ് ചെണ്ട, എന്താണ് ഡ്രമ്മേഴ്സ് എന്താക്കുകയാണ്, കൊട്ടുന്നുണ്ട് അല്ലേ. അത് നമ്മൾ സൗണ്ട് ആയിട്ട് വരികയാണ് അല്ലേ. പിന്നെ എന്തൊക്കെയാണ് വരുന്നത് നോക്കി നമുക്ക് ടെക്സ്റ്റ് തന്നെ നോക്കാം. എന്താണ് ഇതാ കോൾ ഓഫ് വെൻഡേഴ്സ് അല്ലേ, കോൾ ഓഫ് വെൻഡേഴ്സ്. പിന്നെന്താണ് ബീറ്റ് ഓഫ് ദ ഡ്രംസ്, സ്റ്റാമ്പ് ഓഫ് ഫീറ്റ്. പിന്നെന്താണ് വേറെ വരുന്നത് എന്തൊക്കെയാണ് വരുന്നത് നോക്കിയാൽ ഇനിയും വരുന്നുണ്ട് അല്ലേ. എന്താ നോക്ക്. അപ്പോൾ എന്താ അവിടെ വരുന്നത്, ആ ഓഡിറ്ററി സൗണ്ട്, ദ സ്റ്റാമ്പ് ഓഫ് ദ ഫീറ്റ്, ദ കോൾ ഓഫ് ദ വെൻഡേഴ്സ്, ബീറ്റ് ദ ഡ്രംസ് അല്ലേ. ഇനി എന്താ അടുത്ത് നോക്കിയേ. നൗ ഡിസ്ക്രൈബ് ഇൻ യുവർ ഓൺ വേർഡ്സ് ദ വേരിയസ് സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് യു ഹാവ് നോട്ടീസ്ഡ് ഇൻ എ മാർക്കറ്റ് പ്ലേസ് ഓർ സ്കൂൾ അല്ലേ. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, എന്ത് നിങ്ങളതായിട്ടുള്ള വേർഡ്സിൽ അല്ലേ എന്തൊക്കെയാണ് പല സൗണ്ട്സുകളും കേൾക്കുന്നുണ്ട് അല്ലേ, പല സൈറ്റുകളും സൗണ്ട്സുകളും അല്ലേ. അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ സൗണ്ടും വരുന്നുണ്ട്, ആ കാഴ്ചയും വരുന്നുണ്ട് അല്ലേ. ഈ മാർക്കറ്റ് പ്ലേസിലും സ്കൂളിലൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കളക്ട് ദ പിക്ചേഴ്സ് ഓർ സ്റ്റിൽസ് ഓൺ ഫെസ്റ്റിവൽസ്. എന്താണ് ഒന്ന് കളക്ട് ചെയ്യുക പിക്ചേഴ്സ്, അല്ലെങ്കിൽ എന്താണ് ഫെസ്റ്റിവലിലുള്ള ചിത്രങ്ങൾ വാങ്ങുക, ഓർ ഫെസ്റ്റിവൽസിലുള്ള ചിത്രങ്ങൾ കളക്ട് ചെയ്യുക. റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിനെ കുറിച്ചും നിങ്ങൾ എന്താക്കുക, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതുക, ചെറിയൊരു വിവരണം എഴുതുക. ദെൻ പ്രസന്റ് എ പിക്ചർ ഷോ ഓഫ് ഫെസ്റ്റിവൽ യൂസിങ് മൾട്ടിമീഡിയ. എന്നിട്ട് എന്താക്കുക, നിങ്ങൾ മൾട്ടിമീഡിയ ഉപയോഗിച്ചിട്ട് എന്താക്കുക, ആ പിക്ചർ ഫെസ്റ്റിവലിനെ പ്രസന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ആ പിക്ചർ വെച്ചിട്ട്. ഓക്കെ, റീഡ് ദ ലൈൻ. Came the boys like a flock of sheep from the poem Somebody's Mother അല്ലേ. ഇവിടെ നമ്മൾ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 1 ആണ് കേട്ടോ നോക്കുന്നത്. എന്താണ് ഇവിടെ റീഡ് ദ ലൈൻ, എന്താണ് വായിക്കുക. എന്താണ് came the boys like a flock of sheep അല്ലേ. ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറഞ്ഞാൽ ആട്ടുംകുട്ടികളെ കൂട്ടം പോലെ വരുന്നത് അല്ലേ, ചെമ്മരിയാടിന്റെ കൂട്ടം പോലെ ഈ ബോയ്സ് സ്കൂൾ വിട്ടുകയാണ് അല്ലേ. ഫ്രം ദ പോയം സംബഡീസ് മദർ എന്നുള്ള പോയത്തിൽ നിന്നുള്ള ഇതാണ് അല്ലേ. came the boys like a flock of sheep അല്ലേ. The word flock stands for a group. ഇവിടെ ഫ്ലോക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ഗ്രൂപ്പിനെയാണ് അല്ലേ. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഐഡന്റിഫൈ സച്ച് വേർഡ്സ്. അതെന്താണ് ഈ പാസേജ് വായിച്ചിട്ട് അങ്ങനത്തെ വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് വൺസ് ദർ വാസ് എ കസ്റ്റം ഇൻ എ യൂണിവേഴ്സിറ്റി. എന്താണ് ഒരിക്കൽ എന്താണ് ഒരു കസ്റ്റം യൂണിവേഴ്സിറ്റി അല്ലേ, ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു കസ്റ്റം അല്ലേ. ഇഫ് എ പ്രൊഫസർ വാസ് ലേറ്റ് ബൈ 10 minutes. എന്താണ് പ്രൊഫസർ എന്താക്കി വരാൻ 10 മിനിറ്റ് വൈകി. ദ ക്ലാസ് വാസ് സസ്പെൻഡ്, ക്ലാസ് സസ്പെൻഡ് ആയിട്ടായി അല്ലേ. വൺ ഡേ ഒരു ദിവസം എന്താക്കി പ്രൊഫസർ അറൈവ്ഡ് ഏർലി ഫോർ 9 AM അല്ലേ. ഒരു ദിവസം രാവിലെ എന്താണ്
ഈ പ്രൊഫസർ നേരത്തെ 9 മണിക്ക് എത്തിയില്ലേ ക്ലാസ്സിൽ. ഹി കുഡ് സി ഓൺലി എ സ്റ്റാക്ക് ഓഫ് ചെയേഴ്സ്. അപ്പം എന്താണ് ഈ പ്രൊഫസർ കണ്ടിരിക്കുന്നത് എന്താണ്? ഓൺലി സ്റ്റാക്ക് ഓഫ് ചെയേഴ്സ് അല്ലേ. ചെയേഴ്സിന്റെ കൂട്ടത്തിൽ എന്താ പറയുക? സ്റ്റാക്ക് അല്ലേ. സ്റ്റാക്ക് ഓഫ് ചെയേഴ്സ് എന്ന് പറയാം. ഹി ഹാഡ് എ പൈൽ ഓഫ് ബുക്സ് വിത്ത് ഹിം അല്ലേ. അപ്പോൾ എന്താണ് ഇയാൾ കണ്ടത്? പ്രൊഫസർ കണ്ടത് എന്താ? ചെയേഴ്സിന്റെ ഒരു കൂട്ടം മാത്രമേ കണ്ടുള്ളൂ. ഇയാളെ കയ്യിൽ എന്താണ്? പൈൽസ് ഓഫ് ബുക്ക്. ബുക്കിന്റെ കൂട്ടത്തിൽ എന്താണ്? പൈൽസ് ഓഫ് ബുക്ക് എന്നാ പറയാട്ടെ. പൈൽ ഓഫ് ബുക്സ് അല്ലേ. അയാളുടെ കയ്യിൽ പൈൽ ഓഫ് ബുക്ക് ഉണ്ടായിരുന്നു അല്ലേ. ഹി വാണ്ടഡ് ടു ടേക്ക് ദം ടു ദ ലൈബ്രറി. അയാൾക്ക് ലൈബ്രറിയിൽ പോയിട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു അല്ലേ. ഹി കെപ്റ്റ് ഹിസ് ബഞ്ച് ഓഫ് കീസ്. കീസിന്റെ കൂട്ടത്തിനെ ബഞ്ച് എന്ന് പറയാട്ടെ. ബഞ്ച് ഓഫ് കീസ് എന്ന് പറയാം. ഓൺ ദ ടേബിൾ ആൻഡ് വാക്ക്ഡ് ഇൻ ടു ദ ലൈബ്രറി. അയാൾ എന്താക്കി? ആ ടേബിളിൽ ഈ കീന്റെ കൂട്ടം വെച്ചിട്ട് അയാൾ ലൈബ്രറിയിലേക്ക് പോയി അല്ലേ. നടന്നു. ബൈ ദ ടൈം ഹി ഗോട്ട് ബാക്ക് ടു ദ ക്ലാസ്. ഈ ടൈമിൽ എന്താണ്? എന്താ പ്രൊഫസർ ക്ലാസ്സിലേക്ക് തിരിച്ചെത്തിയപ്പം ഇറ്റ് വാസ് 9:10. 9:10 അല്ലേ. ദ റൂം വാസ് എംപ്റ്റി. എന്താണ്? റൂം ഖാലിയായിരുന്നു അല്ലേ. ദ നെക്സ്റ്റ് ഡേ ഹി ടോൾഡ് ഹിസ് സ്റ്റുഡൻസ്. അടുത്ത ദിവസം എന്താണ് അയാളുടെ സ്റ്റുഡൻസിനോട് പറഞ്ഞു. പ്രൊഫസറിന്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞു അല്ലേ. വെൻ മൈ കീസ് ആർ ഹിയർ ഐ ആം ഹിയർ. എൻ്റെ കീ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ പറഞ്ഞത് അല്ലേ. എൻ്റെ കീ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാകും. അങ്ങനെ പറഞ്ഞില്ലേ. ഞാൻ ഇവിടെയാണ് എന്നുള്ളതാണ് അല്ലേ. He kept the keys in the chest of drawers and walked down the flight of steps. The flight of steps അല്ലേ. സ്റ്റെപ്സിന്റെ കൂട്ടത്തിന് ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് എന്നാ പറയാ കേട്ടോ. He kept the keys in the chest of drawers. ഡ്രോയേഴ്സിൽ വെച്ചിട്ട് എന്താക്കി അയാൾ സ്റ്റെപ്സിന്റെ അടുത്തേക്ക് നടന്നുപോയി അല്ലേ. ദ ഫോളോയിങ് ഡേ അടുത്ത ദിവസങ്ങളിൽ ഹി അറൈവ്ഡ് അറ്റ് 9. അയാൾ എന്താണ് 9 മണിക്ക് എത്തി അല്ലേ. ഹി സോ 28 keys on the desk ആൻഡ് നോ സ്റ്റുഡൻസ്. അയാൾ എന്ത് കണ്ടു? പ്രൊഫസർ എന്താ കണ്ടത്? 28 കീസ് ഡെസ്കിൽ കണ്ടു അല്ലേ. അവിടെ സ്റ്റുഡൻസ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ. സാറ് പറഞ്ഞ എന്താണ്? കീസ് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടായിരിക്കും അല്ലേ. കീസ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആണെന്നാണ് അല്ലേ. അതേപോലെ കുട്ടികളും അതുപോലെ തന്നെ ചെയ്തു അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ വേർഡ്സുകൾ നോക്കിയാൽ ഈ കൂട്ടത്തിലെ ചെയേഴ്സിന്റെ കൂട്ടത്തിൽ സ്റ്റാക്ക് ഓഫ് ചെയേഴ്സ് എന്ന് പറയാ. അതുപോലെ ബുക്കിന്റെ കൂട്ടത്തിലെ പൈൽ ഓഫ് ബുക്സ്. കീസിന്റെ കൂട്ടത്തിലെ ബഞ്ച് ഓഫ് കീസ് അല്ലേ. അതുപോലെ സ്റ്റെപ്സിന്റെ കൂട്ടത്തിലെ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് അല്ലേ. അപ്പോൾ എക്സ്പ്രഷൻസ് ആൻഡ് ഓർ വേർഡ്സ് ദാറ്റ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ്. എന്താണ് ഇവിടെ പറയുന്നത്? അപ്പോൾ എന്താണ് ഈ എക്സ്പ്രഷൻസ് ഓർ വേർഡ്സ് ദാറ്റ് റെഫർ ടു എ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ നിന്ന് ആ എക്സ്പ്രഷൻസും വേർഡ്സും റെഫർ ചെയ്യാനാണ് പറഞ്ഞത്. എ ബഞ്ച് ഓഫ് കീസ്, സ്റ്റാക്ക് ഓഫ് ചെയേഴ്സ്, പൈൽ ഓഫ് ഗ്രൂപ്പ്സ്, ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് അല്ലേ. ഇനി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഓക്കെ, ഇനി അടുത്തത് എന്താന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? അടുത്ത ആക്ടിവിറ്റീസ് എന്താന്ന് നോക്കാം നമുക്ക് അല്ലേ. ആക്ടിവിറ്റീസ് ആണ് ബി അല്ലേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദോസ് ഗിവൺ ഇൻ ദ ബോക്സ്. നിങ്ങൾ എന്താക്കുക? ഈ ബ്ലാങ്ക്സ് എന്താക്കുക? ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബോക്സിൽ നോക്കിയിട്ട് കേട്ടോ. ഈ ബോക്സിൽ നോക്കിയിട്ട് നിങ്ങൾ എന്താക്കുക? ഈ ബോക്സിൽ നോക്കിയിട്ട് നിങ്ങൾ എന്താക്കുക? ഇതിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നോക്കാം നമുക്ക് അല്ലേ. ഡാഷ് ഓഫ് ലേഡീസ്. ഡാഷ് ഓഫ് ലേഡീസ് എന്താണ് വരിക? ഡാഷ് ഓഫ് ലേഡീസ്, ബെവി ഓഫ് ലേഡീസ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നിട്ട് എന്തൊക്കെയാ? ഫ്ലൈറ്റ്, ക്ലമ്പ്, പാക്ക്, ഗ്യാങ്, ഗ്രൂപ്പ്, സ്റ്റാക്ക്, ടീം, റെജിമെന്റ്, ബഞ്ച്, ബെവി ഒക്കെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഡാഷ് ഓഫ് ലേഡീസ് പറയുമ്പോൾ ബെവി ഓഫ് ലേഡീസ് അല്ലേ. പിന്നെ ഡാഷ് ഓഫ് പ്ലേയേഴ്സ്, അതായത് ടീം ഓഫ് പ്ലേയേഴ്സ്. പ്ലേയേഴ്സിന്റെ ഗ്രൂപ്പിന് നമ്മൾ എന്താണ്? ടീം എന്നാ പറയാ. ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്, സ്റ്റെപ്സിന്റെ ഗ്രൂപ്പിന് ഫ്ലൈറ്റ് അല്ലേ, നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ തീവ്സിന്റെ ഗ്രൂപ്പിന് എന്താ? ഗ്യാങ് ഓഫ് തീവ്സ് എന്നാ പറയാ കേട്ടോ. പിന്നെ അതുപോലെ ഡോഗിന്റെ കൂട്ടത്തിന് എന്താ? പാക്ക് ഓഫ് ഡോഗ്സ് എന്ന് പറയും. പിന്നെ ബനാനാന്റെ കൂട്ടത്തിന് ബഞ്ച് ഓഫ് ബനാനാസ്. പിന്നെ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, ഐലൻഡിന്റെ കൂട്ടത്തിൽ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. ഇനി ട്രീന്റെ കൂട്ടത്തിന് എന്താ? ക്ലംസ് ഓഫ് ട്രീസ്. ഇനി സ്റ്റാക്ക് ഓഫ് ഹെയർ, വൈക്കോലിന്റെ കൂട്ടത്തിന് സ്റ്റാക്ക് ഓഫ് ഹെയർ കേട്ടോ. ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സിന്റെ കൂട്ടത്തിന് ബൊക്കെ. ഓക്കെ, ദെൻ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. അടുത്ത സോൾജേഴ്സിന്റെ കൂട്ടത്തിന് റെജിമെന്റ് ഓഫ് സോൾജേഴ്സ് എന്നാണ് പറയാ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത എന്താന്ന് നോക്കാം നമുക്ക്. നെക്സ്റ്റ് നോക്കുക. ലുക്ക് അറ്റ് ദ അണ്ടർലൈൻ വേർഡ്സ് ഇൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. എന്താണ് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസിൽ അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ നോക്കാനാണ്. ഓക്കെ, ദ കോൾ ഓഫ് ദ വെൻഡേഴ്സ്. എന്താണ്? വെൻഡേഴ്സ് വിളിക്കുകയാണ് അല്ലേ. കോൾ ഓഫ് ദ വെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ വെൻഡേഴ്സ് വിളിക്കുന്നു അല്ലേ. ഇവിടെ കോൾ. പിന്നെന്താണ്? ദ ബീറ്റ് ഓഫ് ദ ഡ്രംസ്, ഡ്രംസിൽ അടിക്കുക അല്ലേ. പിന്നെ ദ സ്റ്റാമ്പ് ഓഫ് ദ ഫീറ്റ്. എന്താണ്? സ്റ്റാമ്പ് ഓഫ് ദ ഫീറ്റ് അല്ലേ. ഫീറ്റിൽ ചാടി കളിക്കുന്നത് അല്ലേ. ദ ഗേറ്റ് ക്രീക്സ് ഓപ്പൺ, ദ ക്രീക്സ് ഓപ്പൺ. ഈ ക്രീക്സ് എന്ന സൗണ്ട് അല്ലേ. വാട്ട് ഡസ് ദീസ് വേർഡ്സ് റെഫർ ടു? ഈ വേർഡ്സ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഈ കോൾ, ബീറ്റ്, സ്റ്റാമ്പ്, ക്രീക്സ് ഇതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ദീസ് വേർഡ്സ് റെപ്രസെന്റ് ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സൗണ്ട്സ് അല്ലേ. ഈ വേർഡ്സുകളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? ഈ സൗണ്ട്സിന്റെ പല ഡിഫറെന്റ് കൈൻഡ്സിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. വാട്ട് ആർ ദ അതർ സൗണ്ട്സ് ദാറ്റ് യു ഫെമിലിയർ വിത്ത്? മേക്ക് എ ലിസ്റ്റ് ഓഫ് സച്ച് സൗണ്ട്സ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഈ നിങ്ങൾക്ക് അറിയുന്ന സൗണ്ട്, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സൗണ്ടുകൾ ഏതൊക്കെയാണ് അത് ലിസ്റ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ റീഡ് എ വില്ലേജ് പൂരം വൺസ് അഗൈൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ
വേർഡ്സ് ദാറ്റ് റെഫർ ടു എ സൗണ്ട്. അതുപോലെ വില്ലേജ് പൂരത്തിലെ അത് ഒന്നും കൂടി വായിച്ചതിന് ശേഷം ഈ സൗണ്ടുകളൊക്കെ വരുന്നത് ഏതാന്നുള്ളതും ഇവിടെ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ആർ ദ അതർ സൗണ്ട്സ്? ഇവിടെ എന്തൊക്കെയാ വരുന്നത്? കോൾ ഓഫ് ദ വിൻഡോസ്, കോള്. പിന്നെ എന്തൊക്കെയാ വരുന്നത്? ആ കോള് അല്ലേ, കോള്. പിന്നെ ബീറ്റ് ഓഫ് ഡ്രംസ് അല്ലേ, പിന്നെ സ്റ്റാമ്പ് ഓഫ് ദ ഫീറ്റ് അല്ലേ, പിന്നെ ക്രീക്സ്. ഇതൊക്കെയാണ് സൗണ്ട് വരുന്നത് അല്ലേ. അതുപോലെ എന്താണ് നിങ്ങൾ കേൾക്കുന്ന ഫെമിലിയർ ആയിട്ടുള്ള സൗണ്ട് ഏതൊക്കെയാണ്? റിങ്, സ്കൂളത്തെ ബെല്ലടിക്കുന്ന റിങ് കേൾക്കും അല്ലേ. ബസ്, എന്താ ഈച്ചകളെ, തേനീച്ചൻ്റെത് അല്ലേ. പിന്നെ ബാബിള്, ചേർപ്പ്, എന്താ പക്ഷികളെ ഇങ്ങനെ കലപിയ സൗണ്ട് ഇല്ല, അത് കാക്കകളെ സൗണ്ട് അല്ലേ. ബാങ്, പെട്ടെന്നൊരു ഇതില്ലേ ഒരു സൗണ്ട്, അതൊക്കെ നമ്മൾ ഫെമിലിയർ ആണ് അല്ലേ. പിന്നെ വില്ലേജ് പൂരത്തിൽ നിന്ന് എടുത്ത് ഏതൊക്കെയാണ് വേറെ വേറെ സൗണ്ട് വരുന്നത്? നമ്മൾ ഫസ്റ്റ് വിഷ്വൽ ഓഡിയോ ഇത് എടുത്തില്ലേ, ആ ഓഡിയോൻ്റെ അതില്ലേ, അതേതാണ്? സ്റ്റാമ്പ്, ക്രീക്ക്, ജാംഗ്ലിംഗ്, ക്ലാങ്ങിങ്, ബീറ്റ്, ത്രോബ്. ഇതൊക്കെയാണ് ഇനിയും ഉണ്ട് അല്ലേ. അതൊക്കെയാണ് വില്ലേജ് പൂരത്തിലുള്ള സൗണ്ടിനെ റെഫർ ചെയ്യുന്നത് അല്ലേ. ഇതൊക്കെയാണ്. ഇനി അടുത്ത എന്താണ്? ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഫ്രം ദ ഡിക്ഷണറി ആൻഡ് ഫിൽ ഇൻ ദ ബോക്സസ് അല്ലേ. ഇനി ഡിക്ഷണറി നോക്കിയിട്ട് നിങ്ങൾ ഈ വേർഡ്സിനൊക്കെ നിങ്ങൾ മീനിങ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഫസ്റ്റ് തന്നത്? ക്രീക്ക്, എ ഷോർട്ട് ഹൈ പിച്ച്ഡ് സൗണ്ട് ഹേർഡ് വെൻ സംതിങ് മൂവ്സ്. എക്സാമ്പിൾ ഡോർ, സ്റ്റെയർസ് എക്സെട്ര. ക്രീക്ക് എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഹൈ പിച്ച്ഡ് സൗണ്ട് ആണ് അല്ലേ, നമ്മൾ ചെവി കേൾക്കുന്നത് അല്ലേ. എന്തെങ്കിലും നീക്കുമ്പോൾ അല്ലേ, അതായത് ഡോറോ സ്റ്റെയർസോ ഇനി മേശ കണ്ട് വലിച്ചിടുക, അങ്ങനത്തെ സൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അതാണ് ക്രീക്ക് അല്ലേ. പിന്നെ എന്താണ്? റസ്റ്റിൽ, എന്താണ്? സോഫ്റ്റ് സൗണ്ട് മെയ്ഡ് വെൻ തിങ്സ് സ്ട്രൈക്ക് പേപ്പർ, ലീവ്സ് എക്സെട്ര. മൂവ് ഓർ റബ്ബ് ടുഗദർ അല്ലേ. എന്താണ്? ഇലകളോ പേപ്പറുകളോ കൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണിത് ജസ്റ്റ്. പിന്നെ എന്താണ് അടുത്ത്? ജിങ്കിൾ എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പൊ എന്താണ് ജിങ്കിൾ വരുന്നത്? എ ലൈറ്റ് റിംഗിങ് സൗണ്ട് സച്ച് എസ് മെറ്റൽ ഒബ്ജക്ട് ബീയിങ് ഷേക്കൺ ടുഗദർ. സ്പ്ലാഷ്, സൗണ്ട് മെയ്ഡ് ബൈ സംതിങ് സ്ട്രൈക്കിംഗ് ഓർ ഫാളിങ് ഇൻ ടു ലിക്വിഡ്. ക്ലിക്ക്, എ ഷോർട്ട് ഷാർപ്പ് സൗണ്ട്. പിന്നെ റാറ്റിൽ എന്താണ്? ടു മേക്ക് സീരീസ് ഓഫ് ഷോർട്ട് ലൗഡ് സൗണ്ട്സ് വെൻ ഹിറ്റിംഗ് അഗെയിൻസ്റ്റ് സംതിങ് ഹാർഡ്. സ്ക്യൂക്ക്, എ ഷോർട്ട് ഹൈ പിച്ചഡ് സൗണ്ട് ഓർ ക്രൈ. ബാങ് വരുന്ന എ സഡൻ ലൗഡ് ഷാർപ്പ് നോയ്സ്. Whistle, to make high pitched sound by forcing the breath through the teeth or lips. Crash, a sudden loud noise as something breathing or hitting another object. Drip, sound of liquid falling steadily in small drops. Screech, a loud harsh piercing cry. Tick, a regular short sharp sound especially that made by a clock or watch. Clock എന്ന വാച്ച് വരുന്ന സൗണ്ട് ആണല്ലേ ടിക് ടിക് എന്ന് പറയുന്ന സൗണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഡിക്ഷണറി നോക്കി എഴുതാൻ പറഞ്ഞല്ലേ. ഇനി എന്താണ് നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഇതാണ് ഇത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മീനിങ് ഒക്കെ ഇത് നിങ്ങൾ നന്നായി എഴുതുക കേട്ടോ, വായിച്ച് പഠിക്കുകയും ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി എന്താണ് നമുക്ക് അടുത്തത് നോക്കാം. ഇനി എന്താണ് അടുത്തത്? റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ദ സ്റ്റോറി ദ വുഡൻ കപ്പ്. നമ്മൾ എന്താ വുഡൻ കപ്പ് ഉള്ള സ്റ്റോറിന്റെ കുറച്ച് സെന്റൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. വുഡൻ കപ്പ് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. സഡൻലി ദ ചൈൽഡ് വെന്റ് ഓവർ ടു ദ ഫയർ പ്ലേസ് വേർ ഹിസ് മദർ ഹാഡ് സ്വെപ്റ്റ് ദ പീസസ് ഓഫ് ദ കപ്പ് അല്ലേ. സഡൻലി ദ ചൈൽഡ് വെന്റ് ഓവർ ടു ദ ഫയർ പ്ലേസ് വേർ ഹിസ് മദർ ഹാഡ് സ്വെപ്റ്റ് ദ പീസസ് ഓഫ് കപ്പ് അല്ലേ. അമ്മ എവിടെയാണ് ആ പൊട്ടിയ ഗ്ലാസ്സിന് കഷ്ണം കൊണ്ടുവച്ചത് അവിടേക്ക് ആ കുട്ടി പോയില്ലേ, ഓടിപ്പോയില്ലേ. എന്നിട്ട് സ്വീപ്പിംഗ് ഈസ് ആൻ എവറി ഡേ ആക്ഷൻ. ഇവിടെ എന്താണ് സ്വീപ്പിംഗ് എന്ന് പറയുന്നത്? എന്താണ് എവറി ഡേ ആക്ഷൻ. സ്വെപ്റ്റ് അല്ലേ, സ്വീപ്പിന്റെ ഫാസ്റ്റ് ആണ് സ്വെപ്റ്റ് അല്ലേ. ഈ സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അടിച്ചു വാരുന്നത് എന്താണ്? ഏതൊരു എന്നുള്ള ഒരു ആക്ഷനാണ് അല്ലേ. വാട്ട് ആർ സം ഓഫ് ദ എവറി ഡേ ആക്ഷൻസ് ദാറ്റ് യു ഡു? അങ്ങനെയാണെങ്കിൽ എന്ന് നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്? വാഷ് ക്ലോത്ത്സ് അല്ലേ, ലിസ്റ്റ് ചെയ്യുക. ഒന്ന് വാഷ് ക്ലോത്ത്സ്. പിന്നെ എന്താണ് ചെയ്യല്? അപ്പം മോപ്പ് ദ റൂം, ക്ലീൻ ദ റൂം, മേക്ക് ദ ബെഡ്, വാട്ടറിങ് ദ പ്ലാന്റ്സ്, അതൊക്കെ നമുക്ക് എഴുതാം അല്ലേ. അതൊക്കെയാണ് നമ്മൾ എവറി ഡേ ആക്ഷൻസ് അല്ലേ. ഇനി അടുത്തത് എന്താന്ന് നോക്കിയേ. ഇമാജിൻ ദാറ്റ് യുവർ മദർ ഗോസ് ഔട്ട് വെൻ യു ആർ നോട്ട് അറ്റ് ഹോം. എന്താണ് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ അമ്മ പുറത്തേക്ക് പോയി അല്ലേ. വെൻ യു ആർ നോട്ട് അറ്റ് ഹോം. ഷീ ലീവ്സ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ഫോർ യു. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ അമ്മ പുറത്തേക്ക് പോവുകയാണ് അല്ലേ. നിങ്ങളെന്താണ്? നിങ്ങൾ വീട്ടിലാണ്. യു ആർ നോട്ട് അറ്റ് ഹോം. നിങ്ങൾ വീട്ടിലില്ല അപ്പോൾ അല്ലേ. അപ്പോൾ അവൾ അമ്മ പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടാണ് പോയത് അല്ലേ. എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ്. ബോക്സിൽ നിന്ന് എന്താക്കുക? നിങ്ങളിവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഈ ഇതിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബീറ്റ്, ടൈഡി, മേക്ക്, വാഷ്, സ്ക്രബ്, ഡസ്റ്റ്, ക്ലീൻ ഔട്ട്, എംറ്റി, ചേഞ്ച്, കുക്ക് അല്ലേ. ഇതൊക്കെ മീനിങ് അറിയാലോ അല്ലേ. ടൈഡി എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തിയാക്കുക എന്നുള്ളതല്ലേ. മേക്ക് റെഡിയാക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുക. വാഷ് എന്ന് പറഞ്ഞാൽ കഴുകുക. സ്ക്രബ് അല്ലേ, ഉരച്ച് കഴുകുക. ഡസ്റ്റ് പൊടി, ക്ലീൻ ഔട്ട് വൃത്തിയാക്കുക. എംറ്റി ഖാലിയാക്കുക. ചേഞ്ച് മാറ്റുക. കുക്ക്
പാചകം ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ് അമ്മ അവിടെ എഴുതി വെച്ചത്, നിങ്ങൾ വീട്ടിലില്ലാത്ത ടൈമിൽ അമ്മ പോകുമ്പോൾ നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻ അമ്മ എഴുതി വെച്ച് പോയതാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്താക്കുക, ക്ലിയർ ഈ ബോക്സ് നോക്കിയിട്ട് ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ഡിയർ സൺ ഓർ ഡോട്ടർ അല്ലേ, ഐ ആം ഗോയിങ് ഔട്ട് ആൻഡ് വിൽ ബി ബാക്ക് ഓൺലി ഇൻ ദ ഈവനിങ്. ഞാൻ പോവാണ് ഇപ്പോൾ അല്ലേ, ഞാൻ എന്താ വൈകുന്നേരം തിരിച്ചു വരുള്ളൂ അല്ലേ. ഹിയർ ആർ ദ ജോബ്സ് ഫോർ ദ ഡേ. എന്താ ഇന്നത്തെ ദിവസത്തേക്കുള്ള ജോബ്സ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. എന്താ ആദ്യം ഡാഷ് ദ ഫ്ലോർ. അപ്പോൾ എന്ത് ഫ്ലോറാണ് നിങ്ങൾ എഴുതേണ്ടത് മക്കളെ, പറയൂ എന്ത് ഫ്ലോറാണ് എഴുതുക. അപ്പോൾ എന്താണ് സ്ക്രബ് ദ ഫ്ലോർസ് അല്ലേ, സ്ക്രബ് ദ ഫ്ലോർസ്. പിന്നെ ബീറ്റ് ദ കാർപ്പറ്റ്, കാർപ്പറ്റൊക്കെ പൊടി തട്ടി ഇതാക്കാൻ അല്ലേ, അടിച്ച് ഇതാക്കാൻ അല്ലേ. പിന്നെ ഡസ്റ്റ് ദ ഫർണിച്ചർ, ഫർണിച്ചറിന്റെ മേലുള്ള പൊടിയൊക്കെ തട്ടാൻ. മേക്ക് ദ ബെഡ്സ്, ബെഡ്സ് ബേക്ക്, മേക്ക് ദ ബെഡ്സ് എന്ന് പറയും ബെഡൊക്കെ റെഡിയാക്കുന്നതിന് കേട്ടോ. പിന്നെ ചേഞ്ച് ദ ഷീറ്റ്സ്. പിന്നെ ടൈഡി ദ ഹൗസസ് അല്ലേ, ഹൗസ് നല്ല വൃത്തിയാക്കണം അല്ലേ. എംപ്റ്റി ദ റബ്ബിഷൊക്കെ മാറ്റണം അല്ലെ, കാര്യമാക്കണം. പിന്നെ കുക്ക് ദ സപ്പറിന് പ്രിപ്പയർ ചെയ്യണം അല്ലേ. പിന്നെ വാഷ് ദ ലോണ്ട്രി അല്ലേ, ലോണ്ട്രി എന്ന് പറയുന്നത് എന്താ, എന്താണ് ഡ്രസ്സുകളൊക്കെ അല്ലേ, അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യുക. ആൻഡ് ക്ലീൻ ഔട്ട് ദ ഫയർ പ്ലേസ് അല്ലേ, ഫയർ പ്ലേസ് ഒക്കെ ക്ലീൻ ഔട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് സ്ക്രബ് ദ ഫ്ലോർ, പിന്നെന്താണ് ബീച്ച് ദ കാർപ്പറ്റ്സ്, ഡസ്റ്റ് ദ ഫർണിച്ചർ, പിന്നെന്താ വരുന്നത് മേക്ക് ദ ബെഡ്സ്, ചേഞ്ച് ദ ഷീറ്റ്സ്, ടൈഡി ദ ഹൗസ്, എംപ്റ്റി ദ റബ്ബിഷ്, കുക്ക് ദ സപ്പർ, വാഷ് ദ ലോണ്ട്രി ആൻഡ് ക്ലീൻ ഔട്ട് ദ ഫയർ പ്ലേസ്. ഇതാണ് അമ്മ എന്താണ് നിങ്ങൾക്ക് തന്ന നിർദ്ദേശങ്ങൾ അല്ലേ. നെക്സ്റ്റ് നോക്കിയേ, റീഡ് ദിസ് സെന്റൻസ്. ദ പൂരം ഗ്രൗണ്ട് സീസ് ദ ബ്ലോസമിങ് ഓഫ് മെനി ആർട്ട് ഫോംസ്. വില്ലേജ് പൂരത്തിലുള്ളതാണ് അല്ലേ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പൂരം ഗ്രൗണ്ടിൽ എന്താണ് ഒരുപാട് കാര്യങ്ങൾ അല്ലേ, മെനി ആർട്ട് ഫോംസിന്റെ ഒക്കെ ഒരു എന്താണ് തളിരുടെ എന്താ പറയാം, ഈ വിരിയലായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നതാണ്. ബ്ലോസമിങ് ഓഫ് മെനി ആർട്ട് ഫോംസ്. വാട്ട് ഇസ് ദ വേർഡ് സീസ് സജസ്റ്റ് ഹിയർ. ഇവിടെ സീസ് എന്നുള്ളത് എന്താണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നൗ റീഡ് ദ ഫോളോയിങ് ഷോർട്ട് പോയിന്റ്സ്. ഈ പോയിന്റ്സ് ഒന്ന് നോക്കിയേ. ദ ഫോഗ് കംസ് ഓൺ ലിറ്റിൽ കാറ്റ് ഫീറ്റ്. It sits looking over harbor and city on silent haunches and then moves on. Carl Sandburg in the eagle നോക്കിയേ. He clasped the crag with crooked hands, close the sun in lonely land, stringed with the azure world he stands, the wrinkled sea beneath him crawls. He watches from his mountain walls and like a thunderbolt he falls. Alfred Lord Tennyson അല്ലേ. എന്താണ് ഇവിടെ, സേ വാട്ട് ദ ഫോഗ് ദ ഈഗിൾ ആൻഡ് ദ സീ ഡു. ഇവിടെ ഈഗിളും സീയും എന്താണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്, ഇവിടെ സീസ് എന്ന് പറഞ്ഞാൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ എന്താണ്, ഇവിടെ പൂരം ഗ്രൗണ്ട് സീസ് ദ ബ്ലോസമിങ് ഓഫ് മെനി ആർട്ട് ഫോംസ്. അവിടെ ഒരുപാട് കാണപ്പെടുന്നുള്ളതാണ് അല്ലേ. എന്താണ് സീസ് ഇവിടെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സാധാരണ കാണാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സീസ് അല്ലേ. നോക്കൂ ഇനി റീഡ് ദ ഫോളോയിങ് ഷോർട്ട് പോയിംസ് അല്ലേ. ഫോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മഞ്ഞ് അല്ലേ. ഫോഗ് കംസ് ഓൺ ലിറ്റിൽ കാറ്റ് ഫീറ്റ് അല്ലേ, പതുക്കെ വരുന്നു ഫോഗ് അല്ലേ. പിന്നെ എന്താണ്, ഇറ്റ് സിറ്റ്സ് ലുക്കിംഗ് ഓവർ ഹാർബർ ആൻഡ് സിറ്റി. ഇത് എവിടെയൊക്കെ ഇരിക്കുന്നു, ഈ ഹാർബറിലും സിറ്റീൻ്റെ ഒക്കെ മേലെ ഇരിക്കുന്നു അല്ലേ. ഓൺ സൈലന്റ് ഹോഞ്ചസ് ആൻഡ് ദെൻ മൂവ്സ് ഓൺ. പിന്നെ അത് പോകുന്നു അല്ലേ. കാൾ സാൻബർഗ് എഴുതിയാണ്. ദ ഈഗിൾ നോക്കൂ, ഹി ക്ലാംസ് ദ ക്രാഗ് വിത്ത് ക്രൂക്ക്ഡ് ഹാൻഡ്സ്. എന്താണ് ഈഗിൾ അല്ലെ, പരുന്ത് എന്താണ് അത് എന്താണ് അതിന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് അത് നന്നായി പിടിക്കുന്നു അല്ലേ. പിന്നെ ക്ലോസ് സൺ ഇൻ ലോൺലി ലാൻഡ്സ് അല്ലേ, പിന്നെ സണ്ണിന്റെ ക്ലോസ് ആയിട്ട് ഈ ലോൺലി ലാൻഡ്സിൽ ഞാൻ നിൽക്കുന്നു അല്ലേ. പിന്നെ എന്താ റിംഗ്ഡ് വിത്ത് ദ അസ്യൂർ വേൾഡ് ഹി സ്റ്റാൻഡ്സ്, ദ റിംഗിൾഡ് സ്റ്റീർ ബിനീത്ത് ഹിം ക്രോൾസ്. പിന്നെ എന്താണ് ഈ ഈഗിളുടെ താഴെയായിട്ട് എന്താണ് ഈ സീ അല്ലെ, കടൽ എന്താണ് ക്രോൾസ് ഇഴയാണ് അല്ലേ. ഹി വാച്ചസ് ഫ്രം ഹിസ് മൗണ്ടെയിൻ വാൾസ്. അവൻ എന്താണ് മൗണ്ടെയിൻ വാൾസിൽ നിന്ന് ഇങ്ങനെ നോക്കുകയായിരുന്നു അല്ലേ. ആൻഡ് ലൈക്ക് എ തണ്ടർ ബോൾട്ട് ഹി ഫാൾസ്. എന്താണ് ഒരു ഇടി മിന്നൽ പോലെ എന്താ ഒരു തണ്ടർ എന്താണ് ഇടി പോലെ എന്താണ് അവൻ താഴോട്ട് വീഴുന്നു അല്ലെ. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ എഴുതിയതാണ് അല്ലെ. നോക്കൂ, സേ വാട്ട് ദ ഫോഗ് ദ ഈഗിൾ ആൻഡ് ദ സീ ഡു. ഇവിടെ ഫോഗും ഈഗിളും സീയും എന്തൊക്കെയാ ചെയ്യുന്നത്. ഫോഗ് ചെയ്യുന്നതാണ് കംസ് അല്ലെ. വാട്ട് ദ ഫോളോയിങ് വേർഡ് സജസ്റ്റ്. ഇവിടെ ഉണ്ട് അല്ലെ. കംസ്, സിറ്റ്സ്, മൂവ്സ്, ക്ലാസ്പ്, ക്രോൾസ്, ഫാൾസ്, വാച്ചസ്. കണ്ടോ നിങ്ങൾ, ഇവിടെ ഉണ്ട് അല്ലെ. കംസ്, സിറ്റ്സ്, മൂവ്സ്, പിന്നെന്താ ക്ലാസ്പ്, ക്രോൾസ്, ഫാൾസ് അല്ലേ. ഇതൊന്നും എന്താക്കാം നമുക്ക് ഇത് ഇവിടേക്ക് എടുത്തെഴുതാം അല്ലേ. അപ്പൊ എങ്ങനെയാണ് നോക്കാം നമുക്ക് എഴുതുന്നത് അല്ലേ. ഫോഗ് എന്തൊക്കെയാ ചെയ്യുന്നത്. അപ്പൊ ഫോഗ് കംസ്, സിറ്റ്സ്, മൂവ്സ് അല്ലേ. പിന്നെ ഈഗിളോ ക്ലാസ്പ്, വാച്ചസ്, ഫാൾസ്.
സിഒ ക്രോൾസ് അല്ലേ, അതാണ് ചെയ്യുന്നത് അല്ലേ. ഇനി എന്താണ് ഇവിടെ ഉള്ളതാണ് നമ്മളിവിടെ എഴുതിയത് അല്ലേ. ഇനി ദേ സജസ്റ്റ് ദ ജനറൽ നേച്ചർ ഓർ ഹാബിറ്റ്സ് ഓഫ് തിങ്സ് പീപ്പിൾ ഇൻ ദെയർ മൂവ്മെന്റ്സ്. ദ വേർഡ്സ് ആർ ഓൾ ഇൻ ദ സിമ്പിൾ പ്രസന്റ് ഫോം. ഇവിടെ എന്താണ് സജസ്റ്റ് ചെയ്തത്? ജനറൽ നേച്ചറോ അല്ലെങ്കിൽ ഹാബിറ്റ്സ്, അതൊരു സാധനത്തിന്റെ ജനറൽ നേച്ചറായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു എന്താ പറയുക ജനറൽ നേച്ചറായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഹാബിച്വൽ ആയിട്ടുള്ള ഇതാണ് എന്ത് ഇവിടെ അവരുടെ മൂവ്മെന്റ് അല്ലെ. പീപ്പിൾ തിങ്സ്, മനുഷ്യന്മാരുടെ ഒരു സാധനത്തിന്റെയോ ഒരു ഹാബിച്വൽ ആയിട്ടോ അല്ലെങ്കിൽ ജനറൽ നേച്ചറോ ആണ് അവർ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഈ വേർഡ്സ് എപ്പോഴും എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റിലായിരിക്കും അല്ലെ. ഇവിടെ നോക്കിയാൽ ഓൺ സൈലന്റ് ഹഞ്ചസ് ആൻഡ് ദെൻ മൂവ്സ് ഓൺ അല്ലെ, ഇത് സിമ്പിൾ പ്രസന്റിലാണ് അല്ലെ. പിന്നെ ഹി വാച്ചസ് ഫ്രം ഹിസ് മൗണ്ടെയിൻ വാൾസ് അല്ലെ. അപ്പോൾ ഒരു എന്താണ് ഒരു ഹാബിച്വൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, എന്നും നടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. ഇതൊക്കെ സിമ്പിൾ പ്രസന്റ് ഫോമിലായിരിക്കും ഇവിടെ തരിക. ഓക്കെ, ദെൻ അടുത്ത എന്താ നെക്സ്റ്റ് നോക്കാം നമുക്ക്. നൗ റീഡ് ദ ഫോളോയിങ് പാസേജ്. ഈ പാസേജ് വായിക്കുക. Passage 1. The sun rises very late in this part. People wake up very late. My next door neighbor wakes up very early. Usually he gets up before 6 a.m. Then he goes to the news agents and buys news agents and buys the morning paper. Then he goes to the cafe, order a cup of black coffee and reads the newspaper. After that he goes for a walk round the പാർക്ക് ആൻഡ് ദെൻ റിട്ടേൺസ് ഹോം അല്ലെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? സൺ റൈസസ് വെരി ലേറ്റ് ഇൻ ദിസ് പാർട്ട്. ഈ പാട്ടിൽ എന്താണ്? സൺ റൈസ് ചെയ്യുന്നത് വെരി ലേറ്റ് ആയിട്ടാ. പീപ്പിൾ വേക്കപ്പ് വെരി ലേറ്റ്, ആൾക്കാർ എണീക്കുന്നത് ലേറ്റ് ആയിട്ടാ അല്ലെ. അതൊക്കെ സിമ്പിൾ പ്രസന്റിലാട്ടോ. ഇവിടെ സൺറൈസസും വേക്കപ്പ് ഒക്കെ അല്ലെ. മൈ നെക്സ്റ്റ് ഡോർ നൈബറിന്റെ അടുത്തുള്ള ആൾ എന്താ? വേക്കപ്പ് വെരി ഏർലി. എന്താണ് അവർ സാധാരണയായിട്ട് നേരത്തെ എണീക്കില്ല. അത് ഹാബിച്വൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. എന്നും നടക്കുന്ന സംഭവമൊക്കെ സിമ്പിൾ പ്രസന്റിലാണ് പറയുന്നത്. യൂഷ്വലി സാധാരണ ഹി ഗെറ്റ്സ് അപ്പ് ബിഫോർ 6 a.m. സാധാരണയായിട്ട് എന്താണ് 6 മണിന്റെ മുന്നേ ആയിട്ട് എണീക്കും അല്ലെ. നേരത്തെ ആയിട്ട് 6 മണിന്റെ മുന്നേ ആയിട്ട് എണീക്കും. ദെൻ ഹി ഗോസ് ടു ദ ന്യൂസ് ഏജൻസ് ആൻഡ് ബൈസ് ദ ന്യൂസ് പേപ്പർ. എന്നിട്ട് എന്താകും? ന്യൂസ് ഏജന്റിന്റെ അടുത്ത് പോയിട്ട് ന്യൂസ് പേപ്പർ വാങ്ങും. ഇതെന്നും നടക്കുന്ന സംഭവം. ദെൻ ഹി ഗോസ് ടു ദ കഫേ, ഓർഡർ എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി. എന്നിട്ട് കഫേ പോയിട്ട് എന്താക്കും? കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി കുടിക്കും അല്ലെ. റീഡ്സ് ദ ന്യൂസ് പേപ്പറും വായിക്കും അല്ലെ. റീഡ്സ് അല്ലെ. ആഫ്റ്റർ ദാറ്റ് ഹി ഗോസ് ഫോർ എ വാക്ക് റൗണ്ട് ദ പാർക്ക് ആൻഡ് ദെൻ റിട്ടേൺസ് ഹോം. അതിന് ശേഷം എന്താക്കും? പാർക്കിൽ നടക്കാൻ പോകും, എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരും. ഇതൊക്കെ സിമ്പിൾ പ്രസന്റിലാണ് പറഞ്ഞിരിക്കുക. സൺ റൈസസ്, പിന്നെ എന്താണ്? വേക്കപ്പ്, പിന്നെ വേക്സ് അപ്പ് അല്ലെ. എന്താണ് വേറൊരാളാവുമ്പോ എന്താണ്? വേക്സ് അപ്പ് ആണ് അല്ലെ. എന്താണ് ഇപ്പോൾ എന്താണ് പ്ലൂറൽ ആവുമ്പോൾ വേക്കപ്പ് ആവും. ഹി ഷീ ഇറ്റ്, പിന്നെ ഒരാൾ എന്നൊക്കെ ആവുമ്പോൾ എന്താണ്? വേക്സ് അല്ലെ. അറിയാലോ, വേക്സ് അപ്പ്. പിന്നെ യൂഷ്വലി ഹി ഗെറ്റ്സ് അല്ലെ. ഐ ആണെങ്കിൽ ഐ ഗെറ്റ് ഇതേ വരുള്ളൂ. ഹി ആയതുകൊണ്ട് എന്താണ്? ഐ യു ദേ വി എന്നുള്ളതൊക്കെ എന്താണ്? പ്ലൂരൽ ഫോമിലാണ് ഇവിടെ അല്ലെ. അതൊക്കെ ആണെങ്കിൽ ഗെറ്റ് വരും. ഇവിടെ ഹി ഷീ ഇറ്റ് ഒരാളെ പേരൊക്കെ ആണെങ്കിൽ ഗെറ്റ്സ് എഴുതും അല്ലെ. ഹി ഗെറ്റ്സ് അപ്പ് ബിഫോർ 6 a.m. അല്ലെ. ദെൻ ഹി ഗോസ് അല്ലെ. ഗോസ് കണ്ടത് എന്താണ്? സിമ്പിൾ പ്രസന്റ് അല്ലെ. ആൻഡ് ബൈസ് സിമ്പിൾ പ്രസന്റ് അല്ലെ. ഹി ഗോസ് ടു ദ കഫേ, ഓർഡേഴ്സ് എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി ആൻഡ് റീഡ്സ് കണ്ടോ? റീഡ്സ് അല്ലെ. പിന്നെ ആഫ്റ്റർ ദാറ്റ് ഹി ഗോസ് ഫോർ എ വാക്ക് ആൻഡ് ദെൻ റിട്ടേൺസ് ഹോം അല്ലെ. ഇതൊക്കെ സിമ്പിൾ പ്രസന്റിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ നോക്കൂ. റീഡ് ദ പാസേജ് അഗൈൻ ആൻഡ് നോട്ട് ഹൗ ദ വെർബ്സ് ചേഞ്ച് വെൻ ദ സബ്ജക്ട് ഇൻ സിംഗുലർ ഓർ പ്ലൂരൽ. ഇവിടെ നോക്കൂ, നിങ്ങൾ പാസേജ് വായിച്ചിട്ട് ഇവിടെ സിംഗുലറും പ്ലൂരലും വന്നിരിക്കുന്ന എന്തൊക്കെ ചേഞ്ചുകളാണ് വന്നിരിക്കുന്നത് നോക്കുക. റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. നിങ്ങളെ ഫൈൻഡിങ്സ് ഇവിടെ എഴുതുക അല്ലെ. ഇവിടെ എന്താണ്? വി യൂസ് നമ്മുടെ പറഞ്ഞില്ല. എന്താണ്? സൺ റൈസസ് വെരി ഇൻ ദ പീപ്പിൾ വേക്കപ്പ് അല്ലെ. ഇത് പ്ലൂരൽ ആണ് അല്ലെ. പ്ലൂരൽ ആകുമ്പോൾ എന്ത് വരും? വേക്കപ്പ് എന്ന് വരിക അല്ലെ. പീപ്പിൾ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ടല്ലോ അല്ലെ. അപ്പൊ പ്ലൂരൽ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ, സിംഗുലർ എന്ന് പറയുമ്പോൾ ഒരെണ്ണമാണ് അല്ലെ. കുറെ എണ്ണവും ഒരെണ്ണം. പ്ലൂരൽ എന്ന് പറയുമ്പോൾ കുറെ എണ്ണം, സിംഗുലർ എന്ന് പറയുമ്പോൾ ഒരെണ്ണം അല്ലെ. അപ്പൊ ഇവിടെ കുറെ എണ്ണം ആകുമ്പോൾ എന്താണ്? വേക്കപ്പ് എന്ന് വരും. ഇനി ഒരാളാണെങ്കിൽ എന്താണ്? വേക്സ് അപ്പ് എന്ന് വരും അല്ലെ. പിന്നെ എന്തൊക്കെയാ നിങ്ങൾക്ക് ഫൈൻഡിങ്സ്? പിന്നെ ഇവിടെ നോക്കൂ, വി യൂസ് വേക്ക് ഓർ ബേസ് ഓർ റൂട്ട് ഫോം അല്ലെ. വേക്ക് എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഓർ റൂട്ട് ഫോം ആണ് അല്ലെ. V1 ഫോം ആണ്. വെൻ ദ സബ്ജക്ട് ഈസ് പ്ലൂരൽ നമ്മൾ എന്താക്കും? ഈ വേക്ക് ഉപയോഗിക്കും അല്ലെ. ആൻഡ് ദ വേക്സ്, ഈ എസ്, ഈ വേക്കിന് കൊടുത്തിട്ട് എസ് കൊടുക്കുന്ന എപ്പോഴാണ്? വെൻ ദ സബ്ജക്ട് ഈസ് സിംഗുലർ. സിംഗുലർ ആകുമ്പോഴാണ് ഈ വേക്സ് കൊടുക്കുക. ഇനി ഗോ ആണെങ്കിൽ എന്താണ്? ഒരു പ്ലൂരൽ ആണെങ്കിൽ ഗോ എന്ന് കൊടുക്കും. ഇനി സിംഗുലർ ആണെങ്കിൽ ഗോസ് എന്ന് കൊടുക്കും. അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ എന്താണ്? ഗോസ് എന്ന് കൊടുത്ത് കണ്ടോ? എന്താണ്? ഇ എസ് അല്ലെ. ഗോ എന്താണ്? ആളാവുമ്പോൾ സിംഗുലർ ആവുമ്പോൾ ഗോസും, ഇനി പ്ലൂരൽ ആണെങ്കിൽ എന്താണ്? ഗോ ആണ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്തൊക്കെയായിരിക്കും നോക്കാം നമുക്ക്.
അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ദീസ് വേർഡ്സ് ആർ ഇൻ സിമ്പിൾ പ്രസന്റ് ഫോമിൽ, അത് സിമ്പിൾ പ്രസന്റ് ഫോമിലായിരിക്കും. പിന്നെ രണ്ടാമത്തെ ദേ സജസ്റ്റ് ജനറൽ നാച്ചുറൽ ഹാബിച്വൽ ആക്ഷൻസ് ആണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? വി യൂസ് ദ ബേസ് ഫോം ഓർ റൂട്ട് ഫോം വെൻ ദ സബ്ജക്റ്റ് ഈസ് പ്ലൂരൽ അല്ലേ. നമ്മളെന്താ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ബേസ് ഫോമോ റൂട്ട് ഫോമോ ഉപയോഗിക്കുക അല്ലേ. അതായത് V1 അല്ലേ, വെർബ് വൺ അല്ലെ ബേസ് ഫോം റൂട്ട് ഫോം എന്ന് ഉപയോഗിക്കുക അല്ലേ. പിന്നെ എസ് ഫോം ഈസ് യൂസിങ് വെൻ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ. എന്താണ്? നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹി ഷീ ഇറ്റ് അതൊക്കെ ആണെങ്കിൽ എന്താണ്? എസ് ഫോം കൂടി ഉപയോഗിക്കുക അല്ലേ. അതിൻ്റെ കൂടുതൽ അല്ലേ. വാക്കാണെങ്കിൽ വാക്സ് അല്ലേ, ഹി വാക്സ് അല്ലേ. ഇനി പ്ലൂരൽ ആണെങ്കിൽ അതേ വാക്ക് എന്നേ വരുള്ളൂ അല്ലേ. അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇനി എന്താണ് നമുക്ക് അടുത്തത് ബി ആണ് അല്ലേ. റീറൈറ്റ് പാസേജ് 1 യൂസിങ് ദ പ്ലൂരൽ ഫോം ഇൻ പ്ലേസ് ഓഫ് നൈബർ ആൻഡ് ദേ ഇൻ പ്ലേസ് ഓഫ് ഹി മേക്ക് നെസസറി ചേഞ്ചസ് ഇൻ ദ വേർബ് ഫോംസ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പാസേജ് 1 അല്ലേ, ഇതാണ് പാസേജ് 1. ഓക്കെ, ഈ പാസേജ് 1 എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ നൈബർ എന്നുള്ളിടത്ത് അതിൻ്റെ പ്ലൂരൽ ഫോം ആക്കുക. അപ്പം നൈബറിൻ്റെ പ്ലൂരൽ ഫോം എന്താക്കും? നൈബേഴ്സ് എന്നാക്കുക. ഓക്കെ, പിന്നെ എന്താണ്? ഹി എന്നുള്ളിടത്ത് എന്താക്കുക? ദേ എന്നും കൊടുക്കുക. അപ്പോൾ വെർബിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ചേഞ്ച് വരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വരുത്താം? അവിടെ എങ്ങനെയാണിത് നോക്കി ഈ പാസേജിൽ വരിക. ദ സൺ റൈസസ് അല്ലേ. എന്താണ്? ദ സൺ റൈസസ് ഇൻ ദ എങ്ങനെ വരൂ? ദ സൺ റൈസസ് വെരി ലേറ്റ് ഇൻ ദിസ് പാർട്ട്. പീപ്പിൾ വേക്ക് അപ്പ് വെരി ലേറ്റ്. പിന്നെന്താണ്? മൈ നെക്സ്റ്റ് ഡോർ നൈബേഴ്സ് എന്ന് വരും അല്ലേ. എവിടെ എന്താ വരിക? മൈ നെക്സ്റ്റ് ഡോർ നൈബേഴ്സ് എന്ന് വരും അല്ലേ. വെയ്ക്കപ്പ് ആവും അല്ലേ. ഇവിടെ എന്താണ്? വെയ്ക്സ് എന്നുള്ളതാകുമ്പോൾ നൈബേഴ്സ് അല്ലേ. നൈബേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂരൽ ആണ് അല്ലേ. അപ്പം അതിൻ്റെ പ്ലൂരൽ വെർബ് എന്ന് പറയുമ്പോൾ എന്താ? വെയ്ക്ക് ആണ് അല്ലേ. അപ്പോൾ വെയ്ക്കപ്പ് വെരി ഏർലി അല്ലേ. യൂഷ്വലി ഹി ഗെറ്റ്സ് അല്ലേ. ഹി എന്നുള്ളിടത്ത് എന്താക്കുക? ദേ ആക്കാൻ പറഞ്ഞില്ലേ. അപ്പോൾ ദേ ഗെറ്റ് ആവും അല്ലേ. ഹി ഗെറ്റ്സ് എന്നുള്ളത് ദേ ഗെറ്റ് ആവും. ഈ എസ് പൂക്കും അല്ലേ. ഈ എസ് വേണ്ട നമുക്ക്. ദേ ഗെറ്റ് അപ്പ് ബിഫോർ 6 AM. ദെൻ ദേ ഗോ അല്ലേ. ഗോസ് വേണ്ട, ഗോ മതി. ഗോ ടു ദ ന്യൂസ് ഏജൻസ് ആൻഡ് ബൈസ് ദ മോർണിംഗ്. ദെൻ ദേ ഗോസ്. ഹി എന്നുള്ളത് എന്താവും? ദേ ആവും അല്ലേ. അപ്പോൾ they go to the cafe, order a cup, orders വേണ്ട, order അല്ലേ. order a cup of black coffee and റീഡ്സ് പ്ലൂരൽ വെർബ് എന്താ? സിംഗുലർ വെർബാണ്. പ്ലൂരൽ വെർബ് ആകുമ്പോൾ റീഡ് അല്ലേ. റീഡ് ദ പേപ്പർ. ആഫ്റ്റർ ദാറ്റ് ദേ ഗോ ഫോർ എ റൗണ്ട് ദ പാർക്ക് ആൻഡ് റിട്ടേൺ ഹോം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ ഈ പ്ലൂരലിൽ സിംഗുലർ പ്ലൂരൽ ആക്കുമ്പോൾ, അതായത് നൗൺ ആണെങ്കിൽ, നൗൺ പറയുക പേരുകളൊക്കെ വരുമ്പോൾ അല്ലേ, എന്താണ് കുറേ ആൾക്കാർ വരുമ്പോൾ ഒക്കെ എന്താണ് നൗൺ ആകുമ്പോൾ നമ്മൾ എന്താണ് പ്ലൂരൽ ആകുമ്പോൾ അവിടെ എസ് കൊടുക്കണം. ഓക്കെ, നൈബർ എന്താവും? നൈബർ എന്ന് പറഞ്ഞ ഒറ്റ ആളാണ് അല്ലേ. എന്താണ് കുറേ ആൾക്കാർ നൈബേഴ്സ് എന്ന് പറയില്ലേ. അപ്പോൾ ആറിൻ്റെ കൂടെ എസ് കൊടുക്കുക അല്ലേ, നൈബേഴ്സ്. അപ്പം അതുപോലെ നൗണിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നൗൺ സിംഗുലറിനെ നമ്മൾ പ്ലൂരൽ ആക്കണമെങ്കിൽ, നൗൺ പ്ലൂരൽ ആക്കണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എസ് ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തിരിച്ചെങ്ങനെയാണ് ഈ വെർബ് ഉണ്ടല്ലോ, വെർബ് സിംഗുലറിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ എന്താണ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ എസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. രണ്ടും മാറിപ്പോരുത്. നൈബർ എന്നുള്ള സിംഗുലർ ആണ് അല്ലേ. അപ്പോൾ ഈ നൈബർ എന്നുള്ളത് നൗണാണ്. ഓക്കെ, ഈ നൈബറിനെ നമ്മൾ പ്ലൂറൽ ആക്കണമെങ്കിൽ നൈബേഴ്സ് എന്ന് കൊടുക്കുക. അപ്പോൾ പ്ലൂരലായി. ഇനി വെയ്ക്ക് എന്നുള്ളത് എന്താണ്? ഒരു വെർബാ, പ്രവൃത്തിയാണ്, അല്ലേ. അപ്പോൾ വെയ്ക്ക് എന്നുള്ളത് എന്താണ്? ഈ പ്ലൂരലാണ്, പ്ലൂരൽ വെർബാണ്. അപ്പോൾ അതിന് സിംഗുലർ വെർബ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? വെയ്ക്സ് എസ് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നേരെ തല തിരിച്ചില്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ പ്ലൂരൽ വെർബാണെങ്കിൽ എന്താണ്? ഇവിടെ വെയ്ക്കാണ് കൊടുക്കേണ്ടത്. അതുപോലെ സിംഗുലർ വെർബാണെങ്കിലോ വെയ്ക്സ് എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ നോക്കാം നമുക്ക്. അപ്പം നമ്മളെ ഫസ്റ്റ് പാസേജ് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ദ സൺ റൈസസ് വെരി ലേറ്റ് ഇൻ ദിസ് സ്പോട്ട്. പീപ്പിൾ വേക്ക് അപ്പ് വെരി ലേറ്റ്. മൈ നെക്സ്റ്റ് ഡോർ നൈബേഴ്സ് wake up very early. Usually they get up before 6 AM. Then they go to the news agents and buy the morning paper. Then they go to the cafe, order a cup of black coffee and read the paper. After that they go for a walk round they go for a park walk. എന്താണ്? They go, he goes down, they go, they go for a walk around the park and then return home. Okay, after that നമ്മൾ കൊടുക്കുക കേട്ടോ. after that they go for a walk
റൗണ്ട് ദ പാർക്ക് ആൻഡ് ദെൻ റിട്ടേൺ ഹോം. ഓക്കെ, ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്ത് എന്താണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ എഴുതിയാൽ റീറൈറ്റ് പാസേജിൻ്റെ ഇവിടെ ഇങ്ങനെ അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ് അടുത്തത് നോക്കാം നമുക്ക്. Study the sentence given in passage 1 again and say whether they express habits or general universal truths. ജനറൽ ട്രൂത്തിനും യൂണിവേഴ്സൽ ട്രൂത്തും സെയിം തന്നെ അല്ലേ. ജനറൽ ആയിട്ടൊന്നും യൂണിവേഴ്സൽ ട്രൂത്തിനും പറയും കേട്ടോ. അത് എന്താണ്, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. പിന്നെ എന്താണ്, സാധാരണ എന്താണ് ഈ നാച്ചുറലായി നടക്കുന്നതൊക്കെയാണ് എന്ത് ജനറൽ ഓർ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്നത്. പിന്നെ ഹാബിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ മനുഷ്യന്മാർ സാധാരണ ഹാബിച്വലായി നടക്കുന്ന സംഭവം ഉണ്ടല്ലോ, മനുഷ്യന്മാരുടേതായിട്ടുള്ള ഒരു കൊണ്ട് നടക്കുന്നത്, അതാണ് എന്ത് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഹാബിച്വൽ ട്രൂത്ത് എന്ന് പറയുന്നത്. റൈറ്റ് ഹാബിറ്റ് ഓർ ജനറൽ ട്രൂത്ത്. ഹാബിറ്റ് ട്രൂത്ത് ഓർ ജനറൽ ട്രൂത്ത് ഇൻ കോളം ബി. അപ്പോൾ ജനറൽ ട്രൂത്ത് ആണ് ഹാബിറ്റ് ട്രൂത്ത് ആണോ എന്നുള്ളത് അവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആഡ് മോർ സെന്റൻസ് ഇൻ കോളം ആൻഡ് ആൻസേഴ്സ് കമൻറ്റ് ഇൻ കോളം ബി. എന്താണ് ഇവിടെ കുറച്ചും കൂടി എന്താക്കുക, ആഡ് ചെയ്യുക സെൻറ്റൻസുകൾ അല്ലേ. എന്നിട്ട് ഇവിടെ ഏതാണ് കമൻറ്റ് ചെയ്യുക, ഏതാണ് ജനറൽ ആണോ അല്ലെങ്കിൽ എന്താണ് ഹാബിറ്റ് ട്രൂത്ത് ആണോ അല്ലേ. ഇവിടെ നോക്കൂ, സൺ റൈസസ് ലേറ്റ് ഇൻ ദിസ് പാർട്ട് അല്ലേ. അപ്പോൾ എന്താണ് ജനറൽ ട്രൂത്ത് ആണ് അല്ലേ, നാച്ചുറൽ ആയിട്ടുള്ള ഇതാണ് അല്ലേ. അപ്പോൾ ജനറൽ ഓർ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് ഇത് അല്ലേ. ഇനി പീപ്പിൾ വേക്കപ്പ് ലേറ്റ്, ആൾക്കാർ നേരം വൈകി എണീക്കുന്നു അല്ലേ, അതെന്താണ് ഹാബിറ്റ് ആണ് കേട്ടോ. ഇവിടെ ഹാബിറ്റ് ട്രൂത്ത് അല്ലേ. പിന്നെ ഹി ഗെറ്റ്സ് അപ്പ് ബിഫോർ 6 AM. എന്താണ് ഹി ഗെറ്റ്സ് അപ്പ് ബിഫോർ 6 AM എന്ന് പറയുമ്പോൾ എന്താണ് ഇയാൾ എണീക്കുന്നത് അല്ലേ, അത് ഹാബിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അവിടെ ഹാബിറ്റ് ചെയ്ത. അപ്പോൾ എന്താണ് ജനറൽ ട്രൂത്ത് അല്ലേ. സൺ റൈസസ് ലേറ്റ് ഇൻ ദിസ് പാർട്ട് ജനറൽ ട്രൂത്ത് ആണ് അല്ലേ. പീപ്പിൾ വേക്സ് അപ്പ് ലേറ്റ്, അത് ഹാബിറ്റ് ആണ് അല്ലേ, മനുഷ്യന്മാരതാണ് അല്ലേ. ഹി ഗെറ്റ്സ് അപ്പ് ബിഫോർ 6 AM, അത് ഹാബിറ്റ് ആണ്. ദ സൺ സെറ്റ് ഇൻ ദ വെസ്റ്റ്, അത് ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ എന്താണ് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലേ. പിന്നെ ഷീ ടേക്സ് ബാത്ത് എവറി ഡേ, അവൾ എന്നും കുളിക്കാറുണ്ട്, ഹാബിറ്റ് ആണ് അല്ലേ. ദേ ഗോ ടു സ്കൂൾ എവറി ഡേ, അതും ഹാബിറ്റ് ആണ് അല്ലേ. അപ്പോൾ ജനറൽ ട്രൂത്ത് ഓർ യൂണിവേഴ്സൽ ട്രൂത്ത് പറഞ്ഞാൽ രണ്ടും സെയിം ആണ്. ജനറൽ ഓർ യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ. ജനറൽ ട്രൂത്ത് എന്ന് പറഞ്ഞാലും യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനറൽ ഓർ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സത്യം, അതായത് നാച്ചുറൽ ആയിട്ടുള്ള സത്യങ്ങളായ കാര്യങ്ങളൊക്കെ എന്താണ് ജനറൽ ഓർ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയാം. ഇനി നമ്മളെ മനുഷ്യന്മാരുണ്ടല്ലോ, ഹ്യൂമൻ ബീയിങ്സ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് അതാണ് എന്ത് ഈ ഹാബിറ്റ് എന്ന് പറയാം. മനസ്സിലായല്ലോ. ഇനി അടുത്ത പാസേജ് 2 നോക്കൂ. എന്താണ് പാസേജ് 2? പാസേജ് 2 എന്താണ്, ഹിയർ ഈസ് എ ലേഡി ഹു ടോക്സ് അബൌട്ട് സം ഓഫ് ഹർ ഹാബിറ്റ്സ്. ഇവിടെ ഒരു ലേഡി ഉണ്ട് അല്ലേ, അവർ പറയുന്നത് എന്താണ്, അവരുടെ ഹാബിറ്റ്സ് ആണ് പറയുന്നത് അല്ലേ. ഐ നെവർ വിയർ ചുരിദാർ, ഞാൻ ഒരിക്കലും എന്താണ് ചുരിദാർ ഇടാറില്ല. ഐ ഓൾവേസ് യൂസ് മേക്കപ്പ് വെൻ ഐ ഗോ ഔട്ട് അല്ലേ. ഞാൻ എന്താണ് ഞാൻ എന്നും പുറത്ത് പോകുമ്പോൾ എന്താണ് മേക്കപ്പ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഐ വിയർ എ ഹാറ്റ് വെൻ ഇറ്റ് ഈസ് കോൾഡ്, പിന്നെന്താണ് ഞാൻ വിയർ ചെയ്യും ഹാറ്റ്, തൊപ്പി ഇടും അല്ലേ. എന്താ തണുപ്പ് കാലത്ത് ഞാൻ എന്താക്കും, തണുപ്പുണ്ടെങ്കിൽ തൊപ്പിയിടും. ഐ വിയർ ഗ്ലൗസ് ഓൺലി വെൻ ഐ വാഷ് ഡിഷസ്, ഞാൻ എന്താണ് പാത്രം കഴുകുമ്പോൾ എന്താണ് ഞാൻ ഗ്ലൗസ് ഇടും അല്ലേ. ഐ യൂഷ്വലി വിയർ ഗ്ലാസസ് വൈൽ ഡ്രൈവിംഗ് ആൻഡ് വൈൽ വാച്ചിങ് ടെലിവിഷൻ, ഞാൻ സാധാരണയായിട്ട് എന്താണ് ഗ്ലാസ് സ്പെക്സ് ഉണ്ടല്ലോ നമ്മൾ കണ്ണട മുഖത്തിടുന്ന കണ്ണട വെക്കും എപ്പോഴാണ് ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും അതുപോലെ TV കാണുന്ന സമയത്തുമാണ് ഗ്ലാസ്സസ് ഇടല് അല്ലേ. ഐ ഡോണ്ട് വിയർ ജീൻസ് വെരി ഓഫൺ, എന്താണ് പലപ്പോഴും എന്താണ് ഞാൻ ജീൻസ് ഇടാറില്ല. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫൈൻഡ് ഔട്ട് ദ വേർബ്സ് ഇൻ ദ സിമ്പിൾ പ്രസന്റ്, ലിസ്റ്റ് ദം. ഇവിടെ ഈ ഇതിൽ സിമ്പിൾ പ്രസന്റിലുള്ള വേർബ്സുകൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ് ഇവിടെ നോക്കിയാൽ സിമ്പിൾ പ്രസന്റിലെ വെർബ് ഏതൊക്കെയാണ് ഇവിടെ. സിമ്പിൾ പ്രസന്റിലല്ലേ വിയർ, പിന്നെന്താണ് യൂസ്, പിന്നെ വേറെന്താ വരുന്നത് വിയർ, പിന്നെന്താ യൂസ്, പിന്നെ വെൻ ഐ ഗോ ഔട്ട് അല്ലെ, വെർബാണ് ഇത് പറയുന്നത് അല്ലേ. പിന്നെ വിയർ, പിന്നെന്താണ് വെൻ ഇറ്റ് ഈസ് കോൾഡ് ഐ വിയർ അല്ലേ, വിയർ, പിന്നെന്താണ് വാഷ് അല്ലേ, വാഷ്, പിന്നെ വിയർ, പിന്നെന്താണ് ഡ്രൈവിങ്, വാച്ചിങ് ടെലിവിഷൻ, പിന്നെ വിയർ അല്ലേ. ഐ ഡോണ്ട് വിയർ, അതൊക്കെ എന്താണ് ജീൻസ് വെരി ഓഫൺ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് വരുന്നത് സിമ്പിൾ പ്രസന്റിൽ വരുന്നത് അല്ലേ, വെർബ്സുകൾ അല്ലേ. പിന്നെ എന്താണ്, അപ്പോൾ നമ്മൾ ഇതെന്തൊക്കെയാണ് വിയർ, യൂസ്, ഗോ, വിയർ, വാഷ്,
പിന്നെ ഡോൺ വിയർ അല്ലേ. ഇതൊക്കെയാണ് എന്ത് സിമ്പിൾ പ്രസന്റ് ആയിട്ട്. ഇതൊക്കെ വന്നിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയെന്ന് നിങ്ങൾ നോക്കൂ. ഒന്നുകിൽ നെവറിൻ്റെ ഓൾവേസ്, ഓൾവേസ്, പിന്നെന്താണ് യൂഷ്വലി, അതൊക്കെ എന്തായിരിക്കും. പിന്നെ ഓഫൺ, കണ്ടോ. ഈ ഇതിൻ്റെയൊക്കെ കൂടുതലായിരിക്കും മെയിനായിട്ട് എന്താക്കുക, ഈ എന്ത് വരിക, സിമ്പിൾ പ്രസൻ്റ് ആയിട്ടുള്ള ഇത് വരിക കേട്ടോ, ഹാബിറ്റ്സുകൾ വരിക. ഓക്കെ, ദെൻ നോക്കൂ, ബിയർ, യൂസ്, ഗോ, വാഷ് അല്ലേ, അവിടെയാണ് സിമ്പിൾ പ്രസൻറ്റ് ഫോം അല്ലേ. ഇതിവിടെ നോക്കിയ സൈഡിലുള്ളത് യു മേ ഹാവ് നോട്ടഡ് ദാറ്റ് വേർഡ്സ് ഓൾവേസ്, നെവർ, യൂഷ്വലി എക്സെട്ര അല്ലേ. ഈ ഓൾവേസിൻ്റെയും പിന്നെ നെവർ, യൂഷ്വലി, ഇതിനൊക്കെ കൂടുതലാണ് എന്താക്കുന്നത് ഈ സിമ്പിൾ പ്രസന്റ് വരുന്നത് അല്ലേ. ഹെൽപ്പ് us to know that the actions are regular or habitual. അത് നമ്മളെ സഹായിക്കും എന്ത്, ഇറഗുലർ ആണോ അല്ലെങ്കിൽ ഹാബിച്വൽ ആണോ എന്ന്. ഇതൊക്കെ ഇതിലൂടെയാണ് നമ്മളെ സഹായിക്കുക അല്ലേ. ഈ ഹാബിച്വൽ ആണെങ്കിലും റെഗുലർ ആണെങ്കിലും എന്താണ് ഈ ഓൾവേസ്, നെവർ, യൂഷ്വലി ഒക്കെ ഉണ്ടായിരിക്കും തുടങ്ങിയവ അല്ലേ. സച്ച് വേർഡ്സ് ആർ കോൾഡ് അഡ്വേർബ്സ് ഓഫ്, അഡ്വേർബ്സ് ഓഫ് എന്താണ് ഫ്രീക്വൻസി അല്ലേ. അങ്ങനത്തെ വേർഡ്സിനെയാണ് എന്ത് അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി അതർ വേർഡ്സ് ഓഫ് സച്ച് കാറ്റഗറി ആർ സംടൈംസ്, ജനറലി, ഒക്കേഷനലി, ഓഫൺ, ഹാർഡ്ലി, എവർ, വൺസ് എ വീക്ക് ഓർ ഇയർ എക്സെട്ര. ഇങ്ങനത്തതും ഉണ്ടാവും അല്ലേ. ഓൾവേസ്, നെവർ, യൂഷ്വലി, സംടൈംസ്, ജനറലി, ഒക്കേഷണലി, ഓഫൺ, ഹാർഡ്ലി, എവർ, വൺസ് എ വീക്ക്, ഇയർ അല്ലേ. അതാണെങ്കിലും എന്താണ്, അതാണെങ്കിലും എന്തായിരിക്കും ഈ ഹാബിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് റെഗുലർ ആയിട്ടുള്ള ഇതിൽ നമുക്ക് പറയാം. ഓക്കെ, അതിലൊക്കെ എന്തായിരിക്കും സിമ്പിൾ പ്രസന്റ് ആയിരിക്കും ഇതിൻ്റെ കൂടുതൽ വരിക. ഓക്കെ, സിമ്പിൾ പ്രസന്റ് പറയുമ്പോൾ ജസ്റ്റ് ബേസ് ഫോം അങ്ങോട്ട് എഴുതിയാൽ മതി അല്ലേ. അതാണ് സിമ്പിൾ പ്രസന്റ്. ഇനി നെക്സ്റ്റ് നോക്കിയാൽ റീഡ് പാസേജ് 1 once again. പാസേജ് 1 ഒന്നും കൂടി വായിക്കുക. യു ഹാവ് റീഡ് ദ ഡെയിലി റുട്ടീൻ ഓഫ് ദ നൈബേഴ്സ്. നിങ്ങൾ ഡെയിലി റുട്ടീൻ ഓഫ് എ നൈബേഴ്സിനാണ് അവിടെ വായിച്ചിട്ടുള്ളത് അല്ലേ. നൗ ക്യാൻ യു സേ ദാറ്റ് വാട്ട് ഹി ഡിഡ് യെസ്റ്റർഡേ. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇന്നലെ അയാൾ എന്താ ചെയ്തത് എന്നുള്ളത്. അപ്പോൾ എല്ലാം എന്താ പാസ്റ്റിലാവും അല്ലേ. അതുവരെയും പ്രസന്റിലല്ലേ പറഞ്ഞിരിക്കുന്നത്, ഒക്കെ പാസ്റ്റിലാവും അല്ലേ. റീറൈറ്റ് ദ പാസേജ്. അപ്പോൾ എന്താ നമ്മൾ ആ പാസേജ് എങ്ങനെ മാറ്റും. ഹി ഗോട്ട് അപ്പ് അറ്റ് 6 AM. അയാൾ എണീറ്റ് എന്താണ് 6 AM അല്ലേ. അപ്പോൾ ഗെറ്റിൻ്റെ പാസ്റ്റ്, ഗെറ്റപ്പ് ചെയ്ത് നേരത്തെ അല്ലേ. അപ്പോൾ അതെന്താ ഗെറ്റിൻ്റെ പാസ്റ്റ് ഗോട്ടായി അല്ലേ. അപ്പോൾ ഗോട്ടപ്പ് അറ്റ് 6 AM. ദെൻ ഹി ഗോസ് എന്നുള്ളത് എന്തായി വെൻ്റായി. ഗോൻ്റെ പാസ്റ്റ് എന്തായി വെൻ്റ് അല്ലേ. ദെൻ ഹി വെൻ്റ് ടു ദ ന്യൂസ് ഏജൻസ് ആൻഡ് ബൈ നേരുന്നു, ബൈസ് നേരുന്നു അല്ലേ. അതിൻ്റെ ബൈൻ്റെ പാസ്റ്റ് എന്താ ബോട്ട് അല്ലേ. അപ്പോൾ ബോട്ട് ദ മോർണിംഗ് പേപ്പർ അല്ലേ. പിന്നെ എന്തായിരുന്നു അവിടെ പറഞ്ഞിരുന്നത് നോക്കൂ. പാസേജ് 1 ഇതാ അല്ലേ. പിന്നെന്താ ഹി ഗോട്ടപ്പ് ബിഫോർ 6 AM. ദെൻ ഹി വെൻഡ് അല്ലേ. ഗോന്റെ പാസ്റ്റ് വെൻഡ് ടു ദ ന്യൂസ് ഏജന്റ് ആൻഡ് ബൈസ് എന്തായി ബോട്ടാവും അല്ലേ. ബോട്ട് ദ മോർണിംഗ് പേപ്പർ. ദെൻ ഹി വെൻഡ് അല്ലേ. വെൻഡ് ടു ദ കഫേ. പിന്നെ ഓർഡേഡ്, ഓർഡറിന്റെ പാസ്റ്റ് എന്താ ഓർഡേഡ് എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി ആൻഡ് റീഡിന്റെ എന്താ റെഡ് തന്നെ അല്ലേ. റെഡ് അല്ലേ. ദ ന്യൂസ് പേപ്പർ, ദ പേപ്പർ. ആഫ്റ്റർ ദാറ്റ് ഹി വെൻഡ് അല്ലേ. വെൻഡ് ഫോർ എ വാക്ക് റൗണ്ട് ദ പാർക്ക് ആൻഡ് ദെൻ റിട്ടേൺഡ് ഹോം അല്ലേ. ഇതിന്റെ പാസ്റ്റ് എഴുതുക അല്ലേ. അപ്പോൾ അതുമാതിരി അവിടെ എഴുതുക കേട്ടോ. നോക്കൂ ഇവിടെ. ദെൻ ഹി വെൻഡ്. ഗോൾ എന്തായി ഗോസ് എന്താ ഹി ഗോസ് എന്നുള്ളതായി ഹി വെൻഡ് അല്ലേ. ഗോന്റെ പാസ്റ്റ് എന്താണ് വെൻഡ് അല്ലേ. ഹി വെൻഡ് ടു ദ കഫേ, ഓർഡർഡ് എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി ആൻഡ് റീഡ് ദ പേപ്പർ അല്ലേ. പിന്നെ എന്താ അടുത്തത് ഹി ഗോ എന്നുള്ളതായി ഹി വെൻഡ് ആയില്ലേ. വീണ്ടും വെൻഡ് ഫോർ എ വാക്ക് റൗണ്ട് ദ പാർക്ക്. ഹി വെൻറ്റ് ഫോർ എ വാക്ക് റൗണ്ട് ദ പാർക്ക് ആൻഡ് റിട്ടേൺ എന്തായി റിട്ടേൺഡ് ഹോം അല്ലേ. അതിൻ്റെ പാസ്റ്റ് എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 7 എന്തായി നോക്കിയാൽ 7th. നൗ റീഡ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദ സ്റ്റോറി ദ വുഡൻ കപ്പ് അഗെയിൻ. എന്താണ് വുഡൻ കപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറിയിലുള്ള ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുക. ഹിയർ ആർ എ ഫ്യൂ സെൻറ്റൻസ്. ഇവിടെ എന്താ കുറച്ച് ഫ്യൂ സെൻറ്റൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതെന്താണ് നോക്കാം നമുക്ക്. റോബോട്ടിനോ ലൗഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെരി മച്ച്. റോബോട്ടിനോ എന്താണ് അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ. റോബോട്ടിനോ ലൗഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെരി മച്ച്. ദേ സ്പെൻഡ് മച്ച് ടൈം ടുഗദർ. Then Robotino loved to sit on his grandfather's knee and listen. അല്ലേ. റോബോട്ടിനെ അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്താണ് അവർ തമ്മിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. പിന്നെ റോബോട്ടിനൊക്കെ എന്താണ് ഗ്രാൻഡ് ഫാദറിൻ്റെ നീലിരിക്കാനും കഥകൾ കേട്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ. മടിയിലിരിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ലൗഡ് കണ്ടോ ഇ ഡി അല്ലേ. ലവിൻ്റെ പാസ്റ്റാണ് ലൗഡ്. സ്പെൻഡിൻ്റെ പാസ്റ്റാണ് സ്പെൻഡ് അല്ലേ. പിന്നെ ലവിൻ്റെ പാസ്റ്റ് ലൗഡ് അല്ലേ. കണ്ടോ ഇവിടെ പാസ്റ്റാണ് അല്ലേ.
അപ്പോൾ ദ സെന്റൻസ് റെഫർ ടു സം ഹാബിറ്റ്സ് ദാറ്റ് ദേ ഹാഡ് ഇൻ ദ പാസ്റ്റ് അല്ലേ. ഇത് അവരുടെ ഹാബിറ്റ് ആണ് അല്ലേ, പക്ഷെ ഇത് പാസ്റ്റിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ദ സിമ്പിൾ പാസ്റ്റ് ഫോം ഇസ് യൂസ്ഡ് ഹിയർ. ഇവിടെ എന്താണ് സിമ്പിൾ പാസ്റ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഹാബിറ്റ്സ് ഒക്കെ പറഞ്ഞിരുന്നതാണ് പ്രസന്റിലാണ് സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ നമ്മൾ പാസ്റ്റിൽ ഉപയോഗിച്ചത് ആയതുകൊണ്ട് നമ്മൾ എന്താണ് ഇതൊക്കെ സിമ്പിൾ പാസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി റീഡ് അനദർ പാസേജ് ഫ്രം ദ സെയിം സ്റ്റോറി. എന്താണ് ഈ സെയിം സ്റ്റോറിയുള്ള വേറൊരു പാസേജ് ആണ് അല്ലേ. വൺ നൈറ്റ് അറ്റ് ഡിന്നർ എന്താണ് വൺ നൈറ്റ് അറ്റ് ഡിന്നർ ഗ്രാൻഡ് ഫാദർ ലിഫ്റ്റഡ് ടു ഹിസ് കപ്പ് അല്ലെ. ലിഫ്റ്റഡ് കണ്ടോ ഇ ഡി അല്ലെ. ലിഫ്റ്റഡ് പാസ്റ്റ് ആണ് ലിഫ്റ്റഡ് ഹിസ് കപ്പ് ടു ഡ്രിങ്ക് ഹിസ് കോഫി. കുടിക്കാൻ വേണ്ടി എടുത്തു അല്ലെ. ബട്ട് ഹിസ് പുവർ ഓൾഡ് ഹാൻഡ്സ് ഷെയ്ക്കിന്റെ പാസ്റ്റ് ആണ് ഷുക്ക് കണ്ടോ. സോ മച്ച് ദാറ്റ് ദ കോഫി സ്പിൽഡ് അല്ലെ. സ്പിൽഡ് അല്ലെ താഴെ പോയി അല്ലെ. ഓൺ ദ ക്ലീൻ വൈറ്റ് ടേബിൾ ക്ലോത്ത് അല്ലെ. അവിടെ എന്താണ് താഴെ പോയി എന്നാണ് പറഞ്ഞത് അല്ലെ. ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സുകളൊക്കെ കണ്ടോ നിങ്ങൾ. എന്തൊക്കെയാണ് അണ്ടർലൈൻ ചെയ്തത്? ലിഫ്റ്റഡും ഷുക്കും സ്പിൽഡും അല്ലേ. ലിഫ്റ്റഡും ഷുക്കും സ്പിൽഡും ആണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ലിഫ്റ്റഡ്, പിന്നെ ഷുക്ക്, പിന്നെ എന്താ സ്പിൽഡ് അല്ലേ. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് ഡു ദേ സജസ്റ്റ് പാസ്റ്റ് ഹാബിറ്റ്സ്. ഇതെന്താ പാസ്റ്റ് ഹാബിറ്റ്സ് ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദീസ് വേർഡ്സ് ഡു നോട്ട് റെഫർ ടു പാസ്റ്റ് ഹാബിറ്റ്സ് അല്ലേ. ഈ വേർഡ്സ് എന്താണ് പാസ്റ്റ് ഹാബിറ്റ് ആയി റെഫർ ചെയ്യൂല അല്ലേ. ബട്ട് ഷോ വാട്ട് ഹാപ്പൻ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. എന്താണ് പക്ഷെ ഇവിടെ എന്താണ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്താണ് ഒരു പാസ്റ്റിലുള്ള ഒരു പെർട്ടിക്കുലർ ടൈമിൽ സംഭവിച്ച സംഭവങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. ഇത് പാസ്റ്റ് ഹാബിറ്റ് അല്ല അല്ലേ. ലിഫ്റ്റ് എന്ന് പറയുന്നത് എടുക്കുക എന്നുള്ളതൊന്നും ഇതല്ല അല്ലേ. പക്ഷെ എന്താണ് കഴിഞ്ഞു പോയ കാര്യത്തിന് നമ്മൾ എപ്പോഴും എന്താണ് പാസ്റ്റ് ആണ് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത് നോക്കിയേ. പിക്ക് ഔട്ട് ദ വേർഡ്സ് ദ വുഡൻ കപ്പ് ദ വേർബ്സ് ദാറ്റ് ഷോ ഹാബിറ്റ്സ് അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത്? ഈ വുഡൻ കപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറിയിലുള്ള വേർഡ് എന്താണ് വെർബുകളൊക്കെ എന്താണ് ഹാബിറ്റ്സ് കാണിക്കുന്ന വെർബുകളൊക്കെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. And the verbs that show the things that happened at a specific point of time in the past. പിന്നെ എന്താ പറയുന്നത്? verb that show the things that happened at a specific point of time in the past. എന്താണ് പറഞ്ഞത്? the verbs that show verb കാണിക്കുക എങ്ങനെയാണ്? things that happened at a സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് അല്ലേ. പാസ്റ്റിൽ നടന്ന സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് അതെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ. പാസ്റ്റ് ഹാബിറ്റ് ആണ് എന്ത്? റൊബോട്ടിനോ ലൗഡ് അല്ലേ. റൊബോട്ടിനോ ലൗഡ് എന്നുള്ളത് എന്താ പാസ്റ്റ് ഹാബിറ്റ് ആണ് അല്ലേ. പിന്നെ എന്താണ് ഇവിടെ വരിക? അതുപോലെ ഹാപ്പൻ ഇൻ ദ പാസ്റ്റിൽ നടന്ന സംഭവം ദ കപ്പ് ബ്രോക്ക് അല്ലേ. അതും നമ്മൾ പാസ്റ്റിലാണ് ഇവിടെ ബ്രേക്കിന്റെ പാസ്റ്റാണ് ഇവിടെ ബ്രോക്ക് എന്ന് പറഞ്ഞത് അല്ലേ. അത് നമ്മൾ പാസ്റ്റിലാണ് എടുത്തിരിക്കുന്നത് അല്ലേ. പിന്നെ എന്തൊക്കെ വരും? അപ്പോൾ പാസ്റ്റ് ഹാബിറ്റ് എന്തൊക്കെയാണ്? ദേ സ്പെൻഡ് ടൈം റോബോട്ട് നോ ലൗഡ് ടു സിറ്റ് അല്ലേ. അതൊക്കെ വരുന്നത് അല്ലേ. ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് ഗ്രാൻഡ് മദർ ഡൈഡ് ഹി ലുക്ക്ഡ് അറ്റ് ഹെർ മദർ സ്പോക്ക് ആംഗ്രിലി. പിന്നെന്താണ് ഗ്രാൻഡ് ഫാദർ ലിഫ്റ്റഡ് ദ കപ്പ്. അതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയിട്ട് അതിൽ പാസ്റ്റ് ടെൻസ് ഒക്കെ ഉള്ളത് എന്താക്കുക നിങ്ങൾ എഴുതുക. ഓക്കെ. നെക്സ്റ്റ് അടുത്ത എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ലുക്ക് അറ്റ് ദ വേർഡ്സ് ലിഫ്റ്റഡ് ആൻഡ് ഷുക്ക്. വാട്ട് ഡു യു നോട്ടീസ് അബൌട്ട് ദം? ഹൗ ആർ ദേ ഫോംഡ്? എന്താണ്? ലുക്ക് അറ്റ് ദ വേർഡ്സ് ലിഫ്റ്റഡ് ആൻഡ് ഷുക്ക്. ഇവിടെ ഈ ലിഫ്റ്റഡ് എന്ന് പറഞ്ഞ വേർഡും ഷുക്ക് എന്ന് പറഞ്ഞ ഈ വേർഡും എന്താണ് ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ്? വാട്ട് ഡു യു നോട്ടീസ് അബൌട്ട്? അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഹൗ ആർ ദേ ഫോംഡ്? അത് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് നോക്കൂ. അപ്പോൾ ഇവിടെ നോക്കി ലിഫ്റ്റഡ് ഷുക്ക് അല്ലേ. അപ്പോൾ ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇ ഡി ചേർത്താണ് അല്ലേ. ലിഫ്റ്റ് എന്ന് പറഞ്ഞത് ഒരു വെർബ് അല്ലേ. അതിനെ പാസ്റ്റ് ആക്കണമെങ്കിൽ ഇ ഡി ചേർക്കുക അല്ലേ. അപ്പോൾ ലിഫ്റ്റഡ് ആയി അല്ലേ. പിന്നെ അതുപോലെ വാക്ക്ഡ് അല്ലേ. WALKED. ചിലതിൽ ഇ ഡി വരും, ചിലത് ഓൺലി ഡി വരുള്ളൂ അല്ലേ. പിന്നെ എന്താണ്? ലൗഡ്. അങ്ങനെയുള്ള ഇ ഡി ചേർക്കുന്ന വേർഡ്സിനെയൊക്കെ നമ്മൾ എന്താ പറയുകയെന്ന് പറയാം? റെഗുലർ വേർഡ്സ്. എന്താണ്? റെഗുലർ വേർബ്സ്. ഇത് അവിടെ കണ്ടോ? റെഗുലർ വേർബ്സ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ ഷെയ്ക്കിൻ്റെ പാസ്റ്റാണ് ഷുക്ക്. ഓക്കെ. ഷെയ്ക്കിൻ്റെ പാസ്റ്റാണ് ഷുക്ക്. അതുപോലെ എന്താണ് ഇത് ഇ ഡി അല്ലാത്ത വരുന്ന ഫോംസിനെ എന്താണ്? ഇറഗുലർ വേർബ്സ് എന്നാണ് പറയുക. പിന്നെ സ്റ്റാൻഡിൻ്റെ പാസ്റ്റ് സ്റ്റുഡ്. പിന്നെ എന്താണ് വേറെ ഏതൊക്കെ വരുന്നുണ്ട്? സിറ്റ്, സാറ്റ് അല്ലേ. അങ്ങനെ ചിലത് ഇ ഡി വരുന്നുണ്ട്, ചിലത് ഇ ഡി അല്ല വേറൊരു വേർഡ് തന്നെ ആയിട്ടാണ് വരുന്നത് അല്ലേ. അങ്ങനെ വരുന്ന വേർഡ്സുകളാണ് എന്ത് പറയുന്നത്? ഇ ഡി വരുന്ന വാക്കുകളൊക്കെ വരുന്നത് റെഗുലർ വേർബ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ടി ആയിട്ടും വരും.
ടി ആയിട്ട് വരും. അതായത് സ്പെൻഡ് SPEND ആയിരിക്കും. അതിന്റെ പാസ്റ്റ് ടെൻസ് സ്പെൻഡ് SPENT അല്ലേ. അതാണെങ്കിലും എന്താണ് ED ആണെങ്കിലും D ആണെങ്കിലും T ആണെങ്കിലും ഒക്കെ എന്താണ് ഇവിടെ റെഗുലർ വേർബ്സ് എന്നാണ് പറയുക. കണ്ടോ, D or ED or T ആണ് ആ പാസ്റ്റ് ഫോംസിൽ ആഡ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായിരിക്കും റെഗുലർ വേർബ്സ് ആയിരിക്കും കേട്ടോ. ഇനി സം വേർബ്സ് ഉണ്ട് എന്താ ഡിഫറെന്റ് വേസ് അല്ലേ. അതായത് ഷെയ്ക്കിന്റെ പാസ്റ്റ് ഷുക്ക്, സിറ്റിന്റെ സാറ്റ്, പിന്നെന്താണ് സ്റ്റാൻഡിന്റെ സ്റ്റുഡ് അല്ലെ. അങ്ങനെ വരുന്ന വേർഡ്സ് അല്ലേ അത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഫോമിങ് ദെയർ പാസ്റ്റ് ഓർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെ. ദേ ആർ ഇറഗുലർ വേർബ്സ്. ഇതായിരിക്കും എന്ത് ഇറഗുലർ വേർബ്സ് കേട്ടോ. ഓക്കെ, അപ്പം നോക്കൂ, റീഡ് ദ പോയം സംബഡീസ് മദർ ആൻഡ് ദ സ്റ്റോറി ദ വുഡൻ കപ്പ് വൺസ് അഗെയിൻ. എന്താണ് സംബഡീസ് മദർ എന്ന് പറഞ്ഞാൽ പോയവും പിന്നെ അതുപോലെ എന്താ വുഡൻ കപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിയും ഒന്നും കൂടി വായിക്കുക. ആൻഡ് പിക്ക് ഔട്ട് ദ വേർബ്സ് ഇൻ ദ പാസ്റ്റ്. അതിലുള്ള പാസ്റ്റുകളൊക്കെ നിങ്ങൾ എന്താക്കുക അവിടേക്ക് എടുത്ത് എഴുതുക കേട്ടോ. ക്ലാസിഫൈ ദം ആസ് റെഗുലർ വേർബ്സ് ഓർ ഇറഗുലർ വേർബ്സ്. എന്താണ് അതിലെ റെഗുലർ വേർബ്സും ഇറഗുലർ വേർബ്സും സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. ഓക്കെ, നിങ്ങളത് എഴുതണം. എന്നിട്ട് എഴുതി കഴിഞ്ഞ ശേഷം ഇപ്പോൾ ടീച്ചർ പോസ് വെക്കുക നിങ്ങൾ. അതിന് ശേഷം എന്താക്കുക നിങ്ങൾ എഴുതുക. എന്നിട്ട് ഞാൻ എന്താണ് പറയുന്നതും നിങ്ങൾ നോക്കുക ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഞാൻ കുറച്ച് ഇവിടെ എഴുതി തരാം. നിങ്ങൾ എന്താക്കുക നിങ്ങളെ എന്താണ് അതിൽ നോക്കിയിട്ട് എന്താക്കുക കണ്ടുപിടിച്ചതിന് ശേഷം എഴുതുക കേട്ടോ. ഓക്കെ, ഞാൻ ടീച്ചർ ഏതായാലും എഴുതി തരും. നോക്കൂടെ, പാസ്ഡ്, ലൗഡ്, ഫിനിഷ്ഡ്, ഡ്രോപ്ഡ്, ലുക്ക്ഡ്, വെയിറ്റഡ് ഒക്കെ റെഗുലർ വേർബ്സ് ആണ് അല്ലേ. ED വരുന്ന ഫോംസ് ഒക്കെ എന്താണ് റെഗുലർ വേർബ്സ് ആണ് അല്ലേ. ഇനി ഇറഗുലർ വേർബ്സ് എന്താ ED അല്ലാത്തത് അല്ലേ. സ്റ്റുഡ്, കെയിം, സെഡ്, വെന്റ് ഇതൊക്കെയാണ് വരുന്നത് അല്ലേ. അപ്പൊ റെഗുലർ വേർബ്സ് എന്താന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇനി അടുത്ത നെക്സ്റ്റ് 8ാമത്തെ നോക്കിയേ. ഹിയർ ഈസ് എ പോയം ഫോർ യു ടു സിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഹിയർ ഈസ് എ പോയം, ഒരു പോയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ്സ് ഗിവൺ ബ്രാക്കറ്റിലുള്ള കറക്റ്റ് ഫോംസ് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. ദ ലിറ്റിൽ ഗേൾ പുട്ട് ഓൺ ഹെർ കോട്ട്, ഷീ പിക്ക്ഡ് അപ്പ് ഹെർ ഹെവി ബാസ്കറ്റ്. ദ ലിറ്റിൽ ഒരു കുട്ടി എന്താണ് ചെറിയൊരു കുട്ടി എന്താക്കണ അവളുടെ കോട്ട് എടുത്തിട്ടു അല്ലേ. ഷീ പിക്ക്ഡ് അപ്പ് ഹെർ ഹെവി ബാസ്കറ്റ്, അവളുടെ ബാസ്കറ്റും എടുത്തു അല്ലേ. ഷീ ഡാഷ് ഔട്ട് ഓഫ് ദ കോട്ടേജ്. അപ്പോൾ ഇവിടെ എന്താ വരിക വെൻച്ച് അല്ലേ. അപ്പോൾ എന്താണ് ദ ലിറ്റിൽ ഗേൾ പുട്ട് ഓൺ ഹെർ കോട്ട്, ഷീ പിക്ക്ഡ് അപ്പ് ഹെർ ഹെവി ബാസ്കറ്റ്. അവളുടെ കോട്ട് എടുത്തിട്ട് അവൾ എന്താക്കി പിക്ക്ഡ് അപ്പ് അല്ലേ, അവൾ ഹെവി ബാസ്കറ്റ് എടുത്തു. ഷീ ഡാഷ് ഔട്ട് ഓഫ് ദ കോട്ടേജ് അല്ലേ. ഗോന്റെ പാസ്റ്റ് എന്താ വെന്റ് അല്ലേ. ഗോ, അപ്പോൾ എന്താ ഗോ എന്നുള്ള പാസ്റ്റ് വെന്റ്. അപ്പോൾ ഷീ വെന്റ് ഔട്ട് ഓഫ് ദ കോട്ടേജ് ആൻഡ് വാക്ക്ഡ്, വാക്കിന്റെ പാസ്റ്റ് അല്ല ED അല്ലേ. വാക്ക്ഡ് അലോങ് ദ പാത്ത് ആൻഡ് ലുക്ക്ഡ് അല്ലേ. ED ആണ് പാസ്റ്റ് ആണ്. ലുക്ക്ഡ് അപ്പ് ദ ഗ്രീൻ ട്രീസ്. ഷീ ലിസൺഡ്, ലിസണിന്റെ പാസ്റ്റ് ആണ് ED ലിസൺഡ് അല്ലേ. To the birds singing, she whistled happily. Whistleന്റെ പാസ്റ്റ് ആണ് whistled അല്ലേ. സഡൻലി ഷീ ഡാഷ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ അല്ലേ. സീന്റെ പാസ്റ്റ് എന്താണ് സോ അല്ലേ. SAW അല്ലേ. സോ എ ബ്യൂട്ടിഫുൾ ഫ്ലവർ കണ്ടു. ആൻഡ് എന്താണ് ഷീ സ്മൈൽഡ് ആൻഡ് നെൽച്ച് ഡൗൺ. എന്താണ് അവൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മുട്ട് കുത്തിയിട്ട് ദെൻ ഷീ പിക്ക്ഡ് അപ്പ് ദ ഫ്ലവർ. അവള് ഫ്ലവർ എന്താക്കി പറിച്ചു അല്ലേ. ഷീ ലുക്ക്ഡ് അപ്പ്, അവൾ ചുറ്റും നോക്കി അല്ലേ. ആൻഡ് സോ എ ബിഗ് ബാഡ് വോഫ് വിത്ത് ലോങ് ഇയേഴ്സ് ആൻഡ് ലോങ് ടീത്ത്. എന്താണ് അവിടെ ഉള്ളത് വലിയ ബാഡ് വോൾഫ് അവിടെ നിന്ന് ലഭിച്ച് എന്താ ലോങ് ഇയേഴ്സും ലോങ് ടീത്തൊക്കെ ആയിട്ടുള്ളൊരു ചെന്നായി ഉണ്ട് അവിടെ. ഷീസ് എന്താ ഡാഷ് സ്ക്രീമാണ് ബ്രാക്കറ്റിൽ. അപ്പോൾ സ്ക്രീമിൻ്റെ പാസ്റ്റ് സ്ക്രീംഡ്. ഷീ സ്ക്രീംഡ് ആൻഡ് റാൻ അവേ. ഷീ വാക്ക്ഡ് ആൻഡ് വാക്ക്ഡ് ആൻഡ് വാക്ക്ഡ്, അവൾ നടന്നില്ലേ. ഷീ വാക്ക്ഡ് ആൻഡ് വാക്ക്ഡ് ആൻഡ് വാക്ക്ഡ്. ഷീ ഗോട്ട് വെരി ടയേർഡ് അല്ലേ. വെരി ഹംഗ്രി, ഡാഷിൻ്റെ അവിടെ എന്താ ഗെറ്റാണ് ഇവിടെ. അപ്പോൾ ഗെറ്റിൻ്റെ പാസ്റ്റ് ഗോട്ട് അല്ലേ. വെരി ടയേർഡ് ആൻഡ് വെരി ഹംഗ്രി. ദെൻ ഷീ സോ ഹെർ ഗ്രാൻഡ് മദേഴ്സ് കോട്ടേജ്. അപ്പോൾ അവളുടെ ഗ്രാൻഡ് മദറിന്റെ കോട്ടേജ് കണ്ടു അല്ലേ. ഷീ നോക്ക്ഡ് 3 times ഓൺ ദ ഡോർ. എന്താണ് അവളുടെ ഗ്രാൻഡ് മദറിന്റെ കോട്ടേജ് കണ്ടപ്പോൾ അവൾ വേഗം അവിടെ പോയി ഡോറിലും 3 പ്രാവശ്യം മുട്ടി അല്ലേ. എ ഡീപ് വോയിസ് സെഡ്. എന്താണ് ആ ഒരു വോയിസ് കേട്ടില്ലേ. അപ്പോൾ എന്താണ് കം ഇൻ മൈ ജിയർ അല്ലേ. എന്താ അവിടെ വരിക കം അല്ലേ. കം ഇൻ മൈ ഡിയർ അല്ലേ. ഇവിടെ എന്താണ് പാസ്റ്റ് ഉപയോഗിക്കാത്ത എന്താ കാരണം ഇത് ഒരു നമ്മൾ നേരിട്ട് പറയുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് പാസ്റ്റിൽ ഉപയോഗിക്കേണ്ടത് അല്ലേ. നമ്മൾ നേരിട്ട് സംസാരിക്കുന്നത് എപ്പോഴും എന്താണ് പ്രസന്റിൽ ഉപയോഗിച്ചാൽ മതിട്ടോ. അതുകൊണ്ടാണ് കം ഇൻ മൈ ഡിയർ അല്ലേ. പിന്നെ എന്താ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. അടുത്തത് എന്താണ്
കമ്മിങ് മൈ ഡിയർ. ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് വെന്റ് ഇൻ അല്ലേ, അവന് വാതിൽ തുറന്നിട്ട് അകത്തേക്ക് കയറി അല്ലേ. ദ ലിറ്റിൽ ഗേൾ സോ ആൻ ഓൾഡ് ലേഡി ഇൻ ബെഡ് അല്ലേ, അവൾ ഓൾഡ് ലേഡീനെ അവിടെ കണ്ടു. ദ ഓൾഡ് ലേഡി ഹാഡ് എ ബോണറ്റ് ഓൺ ഹെർ ഹെഡ്, എന്താണ് ഹെഡിന്റെ മേലെ ബോണറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ബട്ട് ഷീ ഹാഡ് ലോങ് ഇയേഴ്സ് ആൻഡ് ലോങ് ടീത്ത്, പക്ഷെ എന്താണ് അവൾക്ക് നീണ്ട ചെവിയും നീണ്ട ടീത്തും ഉണ്ടായിരുന്നു അല്ലേ. ആരാണ്? ഓക്കെ, അപ്പം നെക്സ്റ്റ് നോക്കൂ. ലിസ്റ്റ് ദ വേർഡ്സ് യൂസ്ഡ് ഇൻ ദ പാസ്റ്റ്. ഇനി എന്താണ് ഈ വേർഡ്സ് എന്താ പാസ്റ്റിലേക്ക് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാസ്റ്റ് ആക്കി അല്ലേ. ഈ റീറൈറ്റ് ദ പോയം ഇൻ ദ ഫോം ഓഫ് എ സ്റ്റോറി. ഇനി എന്താണ് ഈ ഇതിനെന്താ ഈ പോയത്തിൽ എന്താക്കുക സ്റ്റോറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ സ്റ്റോറിയിൽ എഴുതാം മക്കളെ? ടീച്ചർ പറഞ്ഞുതരാം, നിങ്ങൾ കേൾക്കുക കേട്ടോ. നിങ്ങൾ എന്നിട്ട് എഴുതുക. എങ്ങനെ എഴുതാം നമുക്ക്? ദ ലിറ്റിൽ ഗേൾ എങ്ങനെ എഴുതും? അപ്പം ലിറ്റിൽ ഗേൾ ആൻഡ് ദ ഫ്ലവർ അല്ലേ, അങ്ങനെ ഒന്നുകിൽ ഹെഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ ലിറ്റിൽ ഗേൾ ആൻഡ് ദ വോൾഫ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക? വൺസ് അപ്പോൺ എ ടൈം എ ലിറ്റിൽ ഗേൾ ലിവ്ഡ് ഇൻ എ ഹാപ്പിലി എന്ന് എഴുതുക. പിന്നെ വൺ ഡേ ഹെർ മദർ ടോൾഡ് ഹെർ ടു ഗിവ് The little girl and the wolf. Once upon a time, there lived a sweet little girl. One day, her mother told her to take a basket of fruits to her grandmother. The little girl put on her coat, picked the basket, and went out of the cottage. She walked along the path, looking up at the trees and listening to the birds. She whistled happily. Suddenly, she saw a beautiful flower. She knelt down and picked up it. When looked up, she saw a big bad wolf with long ears and long teeth. She screamed and ran away. She got tired and hungry. Then she saw her grandmother's cottage. When she knocked the door, somebody told her to come inside. When she went in, she saw an old lady in the bed. She had a bonnet on her head, but she had long ears and long teeth. That's a story, ഇനി നെക്സ്റ്റ്, വാട്ട് വെർ യുവർ ആക്ടിവിറ്റീസ് യെസ്റ്റർഡേ? മേക്ക് എ ഡീറ്റെയിൽഡ് ഡയറി എൻട്രി, യൂസ് ദ പാസ്റ്റ് ഫോംസ്. എന്താണ് ഇനി നിങ്ങളുടെ ആക്ടിവിറ്റീസ്, ഇന്നലത്തെ യെസ്റ്റർഡേസിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അത് എന്താക്കുക? ഒരു ഡയറി എൻട്രിയിൽ നിങ്ങൾ എന്താക്കുക? പാസ്റ്റ് ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എഴുതാം നമുക്ക്. എന്താ ഡയറി എൻട്രിയിൽ 9th December എഴുതല്ലേ. ഐ വോക്ക് അപ്പ് അറ്റ് 6 AM. ഐ ഹാഡ് എ കപ്പ് ഓഫ് കോഫി ആൻഡ് റീഡ് ദ ന്യൂസ് പേപ്പർ ആൻഡ് ദെൻ I fed my puppy. We went for a walk. Then I took a bath. I had my breakfast and got ready for school. I got full marks in the midterm exam. My parents were so happy in the evening. We went out and dined at a restaurant. We came back home around 8 o'clock. I took a bath, did my homework and went to bed at 10 PM. ഇതൊക്കെ പാസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ പാസ്റ്റ് ഏതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മൾ ദ വോക്കപ്പ് അല്ലേ, പിന്നെ എന്താണ് ഐ ഹാഡ് കപ്പ് ഓഫ് അല്ലേ, പിന്നെ റെഡ് അല്ലേ, റെഡ് ദ ന്യൂസ് പേപ്പർ, ദെൻ ഐ ഫെഡ്, വി വെൻറ്റ്, പിന്നെന്താ ടേക്കിൻ്റെ പാസ്റ്റ് ടുക്ക്, ഇതെല്ലാം പാസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഹാഡ്, ഗോട്ട്, പിന്നെന്താണ് ഗോട്ട് ഫുൾ മാർക്സ് ഇൻ ദ മിഡ് ടേം എക്സാം. മൈ പാരൻസ് വേർ സോ ഹാപ്പി ഇൻ ദ ഈവനിങ്. വി വെൻറ്റ് ഔട്ട് ആൻഡ് ഡൈൻഡ് അറ്റ് എ റെസ്റ്റോറൻറ്റ്. വി കെയിം ബാക്ക് ഹോം അറൗണ്ട് 8 o'clock. ഐ ടുക്ക് എ ബാത്ത് ആൻഡ് ഡിഡ് മൈ ഹോംവർക്ക് ആൻഡ് വെൻറ്റ് ടു ബെഡ് അറ്റ് 6 PM അല്ലേ. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? പാസ്റ്റിലാണ് അല്ലേ, പാസ്റ്റ് ഉപയോഗിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ യൂസിങ് ദ കറക്റ്റ് ഫോംസ് ഓഫ് ദ വേർബ്സ് ഗിവൺ ബിലോ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ദി കോൺവെർസേഷൻ എന്താക്കുക? കറക്റ്റ് ഫോമിൽ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കറക്റ്റ് ഫോംസ് ഓഫ് വെർബ്, വെർബിന്റെ കറക്റ്റ് ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നത് ഇവിടെ നോക്കൂ. ഗെറ്റ്, വർക്ക്, ഗ്രാജുവേറ്റ്, ലുക്ക്, പ്ലാൻ അല്ലേ. അപ്പം എങ്ങനെയാന്ന് നോക്കിയേ, ഇവിടെ ഒരു കോൺവെർസേഷൻ ആണ് അല്ലേ. ഹായ് ഡയന, ഐ ഹാവൻ സീൻ യു ഫോർ ഏജസ്. ഹൗ ഹാവ് യു ബീൻ? എങ്ങനെയുണ്ട്? നിനക്ക് സുഖമാണ്, കുറേ ആയാലും നമ്മൾ കണ്ടിട്ട് എന്നുള്ളതാണ് അല്ലേ. പ്രറ്റി ഗുഡ് താങ്ക്സ്. ഡയന പറഞ്ഞ് പ്രറ്റി ഗുഡ് താങ്ക്സ് അല്ലേ. അപ്പോൾ ഇനി സ്വപ്നം എന്താ ചോദിക്കുന്നത്? ആർ യു സ്റ്റിൽ ഇൻ കോളേജ്? ഇപ്പോൾ നീ കോളേജിലാണോ ചോദിച്ചത്. ഇപ്പോൾ ഡയന പറയാം നോ നോട്ട് എനി മോർ അല്ലേ. ഐ ഗ്രാജുവേറ്റഡ് ലാസ്റ്റ് ഇയർ അല്ലേ. ഞാൻ എന്താണ് ലാസ്റ്റ് ഇയറിൽ ഗ്രാജുവേറ്റഡ്
നേടി അല്ലേ. ആൻഡ് ഐ ഗോട്ട് എ ജോബ് അറ്റ് ദ പഞ്ചാബ് ബാങ്ക്. എന്താ പഞ്ചാബ് ബാങ്കിൽ എനിക്ക് ജോലിയും കിട്ടി എന്ന് പറഞ്ഞു അല്ലേ. അവിടെ ഗെറ്റിന്റെ പാസ്റ്റ് ആണ് ഗോട്ട് അല്ലേ. ദെൻ സ്വപ്ന ദാറ്റ്സ് ഗ്രേറ്റ് ന്യൂസ് യു ലുക്ക് ഡിഫറെന്റ്. ഇവിടെ ലുക്ക് എടുത്ത് വരാത്ത എന്താ കാരണം? ഇവിടെ നേരിട്ട് സംസാരിക്കുകയാണ് അല്ലേ. സംസാരിക്കുമ്പോൾ എന്താണ് ഇപ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് അല്ലേ. യു ലുക്ക് ഡിഫറെന്റ് അല്ലേ. ഇവിടെ എന്താ ജോബ് കിട്ടി എന്നുള്ള കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്താക്കിയത് ഗ്രാജുവേറ്റഡും ഗോട്ടും ആയത്. ഓക്കെ, ലുക്ക് ഡിഫറെന്റ്. ഹാവ് യു ചേഞ്ച്ഡ് യുവർ ഹെയർ സ്റ്റൈൽ? നീ നിന്റെ എന്താണ് ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അല്ലേ. ഇവിടെ ഹാവ് വന്നുകൊണ്ടാണ് ഇവിടെ എന്താ വന്നത് ഈ ഡി അല്ലേ V3 ഫോം വന്നത്. ഓക്കെ, ഹാഡ് യു ചേഞ്ച് യുവർ ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഡയന യെസ് ഇറ്റ്സ് ഷോർട്ടർ. ഐ ഹാവ് ലോസ്റ്റ് വെയിറ്റ്. എന്താണ് ഞാൻ ഷോർട്ടർ ആക്കി അല്ലേ. എന്താണ് എൻ്റെ വെയിറ്റും ഞാൻ കുറച്ചു എന്ന് പറഞ്ഞു. സ്വപ്നം അറിയാം വെൽ യു ലുക്ക് ഫാന്റാസ്റ്റിക്. നിന്നെ കാണാൻ നല്ല ഫാന്റാസ്റ്റിക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഡയന താങ്ക്സ്. സോ ഡു യു ആൻഡ് ദർസ് വൺ മോർ തിങ്. ഒരു കാര്യം കൂടെ ഉണ്ട്. ഐ ഗോട്ട് എൻഗേജ്ഡ്. ഞാൻ എന്താണ് എൻഗേജ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സ്വപ്ന കൺഗ്രാറ്റുലേഷൻസ് അല്ലേ. വേർ ഡസ് ഹി വർക്ക്? അപ്പോൾ ഡസ് വർക്ക് അല്ലേ. അപ്പോൾ സംസാരിക്കുന്ന ആയതുകൊണ്ട് ഡൂവിൻ്റെ എന്തായി ഡസ് ആയി അല്ലേ. ഹി വർക്ക് എവിടെയാണ് വർക്ക്? അപ്പോൾ ഇവിടെ എന്താ സിംഗുലർ ആയതുകൊണ്ടാണ് ഇവിടെ ഡസ് ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ വേർ ഡസ് ഹി വർക്ക്? അപ്പോൾ ഡയന എന്താണ് ഇൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ സ്വപ്ന ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലേ. ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഡു യു പ്ലാൻ ടു ഗോ വിത്ത് ഹിം ആഫ്റ്റർ ദ മാരേജ്? മാരേജിന് ശേഷം നീ പോകുന്നുണ്ടോ എന്നാണ് ചോദിച്ചല്ലേ. അപ്പോൾ എന്താണ് ഡയന പറയുന്നത് ആഫ്റ്റർ എ ഇയർ പെർഹാപ്സ്. ചിലപ്പം ഒരു വർഷം കഴിഞ്ഞിട്ട് പോകുന്നു അല്ലേ. ഇനി അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ എന്താണ് നോക്കൂ. റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ദ വുഡൻ കപ്പ്. വുഡൻ കപ്പിലുള്ള കുറച്ച് സെന്റൻസ് ആണ് താഴെ തന്നിരിക്കുന്നത്. എന്താന്ന് നോക്കാം. വുഡൻ കപ്പിലുള്ളതാണ് അല്ലേ. നോക്കൂ. ഐ ആം മേക്കിംഗ് എ വുഡൻ കപ്പ് ആൻസർ റോബോട്ടിനെ. ഞാൻ എന്താണ് വുഡൻ കപ്പ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് റോബോട്ടിനെ ആൻസർ ചെയ്തില്ലേ. മരത്തിന്റെ കപ്പ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞേ. വാട്ട് ഐഡിയ ഡു യു ഗെറ്റ് അബൌട്ട് ദ ആക്ഷൻ മേക്ക്? ഇവിടെ ഇപ്പോൾ എന്താണ് എന്ത് ഐഡിയ ആണ് നിങ്ങൾക്ക് കിട്ടിയത്? ഈ ആക്ഷൻ മേക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഈ ആക്ഷൻ മേക്ക് ഉണ്ടല്ലോ, മേക്ക് അല്ലെ ഉണ്ടാക്കുക എന്നുള്ളതേ. ഇതിനെക്കുറിച്ച് എന്ത് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയത്? ഈസ് ദ ആക്ഷൻ കംപ്ലീറ്റ് ഓർ ഗോയിങ് ഓൺ? എന്താണ് ഈ ആക്ഷൻ കംപ്ലീറ്റ് ആയോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണോ? ഐ ആം മേക്കിംഗ് എ വുഡൻ കപ്പിൽ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെ ഈ ആക്ഷൻ മുഴുവനായോ അല്ലെങ്കിൽ തുടർന്ന് കൊണ്ട് നിൽക്കുകയാണോ? അതാണ് ചോദിക്കുന്നത്. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഹിയർ. നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് അത് എന്താക്കുക നിങ്ങളെ ഫൈൻഡിങ്സ് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. യു മേ ഹാവ് നോട്ടഡ് ദാറ്റ് ദ ആക്ഷൻസ് ഈസ് ഗോയിങ് ഓൺ അറ്റ് ടൈം ഓഫ് സ്പീക്കിംഗ് അല്ലേ. നിങ്ങൾക്കറിയാം എന്ത് ഈ എന്താണ് ആക്ഷൻ, അതായത് ഇപ്പം സംസാരിക്കുന്ന ടൈമിൽ നടന്നുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. ഈസ് ഗോയിങ് ഓൺ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അല്ലേ. സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അല്ലേ. In such situations, the ing form of the verb is used along with the am, is, are അല്ലേ. ആ സിറ്റുവേഷനിൽ എന്താക്കണം അവിടെ ആ വെർബിന്റെ കൂടുതൽ ing കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുന്നേ ആയിട്ട് ആമോ ഈസോ ആറോ കൊടുക്കുക. ഇനി ആമോ കേൾക്കുന്ന എപ്പോഴാണ് ഐന്റെ കൂടുതലാണെങ്കിൽ അയാം എന്ന് പറയാം അല്ലേ. ഐ ആം മേക്കിംഗ് അല്ലേ. ഇനി ഹി ആണെങ്കിലോ ഹി ഈസ് മേക്കിംഗ് അല്ലേ. ഇനി ദേ ആണെങ്കിലോ ദേ ആർ മേക്കിംഗ് എന്ന് വരും അല്ലേ. അതാണ് വരുന്നത് അല്ലേ. ആം ഈസ് ആറിന്റെ കൂടുതൽ എന്താക്കുക ing കൊടുക്കണം. സംഭവം തുടർന്ന് കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് പഠിച്ചുകൊണ്ട് അല്ലേ. അപ്പോൾ വി ആർ സ്റ്റഡിയിങ് അല്ലേ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വി ആർ സ്റ്റഡിയിങ്. പിന്നെ എന്താണ് വി ആർ വാച്ചിങ് ദ വീഡിയോ അല്ലേ. എന്താണ് വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതൊക്കെ എന്താണ് ഈ സിംഗുലറിൻ്റെ കൂടുതലാണെങ്കിൽ ഈസും ഐൻ്റെ കൂടുതലാണെങ്കിൽ ആമും പിന്നെന്താണ് ഈ വേറെന്താ ഐൻ്റെ കൂടുതലാണ് എന്താണ് ഐൻ്റെ കൂടുതലാണെങ്കിൽ ആമ് ഹി ഷീ ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിംഗുലറിൻ്റെ കൂടുതലാണെങ്കിൽ ഈസ്. ഇനി പ്ലൂരൽ ഐ യു ദേ വി അല്ലേ. ആ യു ദേ വി എന്നുണ്ടല്ലോ അതിൻ്റെ കൂടുതലാണ് ആറുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. കേട്ടോ അതിൻ്റെ ing ദേ ആർ മേക്കിംഗ് അല്ലെങ്കിൽ വി ആർ മേക്കിംഗ്. പിന്നെന്താണ് രാമു ആൻഡ് രാജു ആർ മേക്കിംഗ് അല്ലേ. ing കൊടുക്കുക അല്ലേ. അപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സംഭവമാണെങ്കിൽ ing കൊടുക്കുക. ഈ ആമീസാറിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക കേട്ടോ. അതിനാണ് കണ്ടിന്യൂസ് എന്ന് പറയും കേട്ടോ. അപ്പം നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്താണെന്ന് അവിടെ എഴുതണം. അപ്പോൾ നിങ്ങൾ ഫൈൻഡിങ്സ് എങ്ങനെ എഴുതുക? ഇതാണ് എഴുതുക കേട്ടോ. ദ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ നോട്ട് കംപ്ലീറ്റഡ് അല്ലേ. പിന്നെ എന്താണ് എഴുതേണ്ടത്? ദ ing ഫോം ഓഫ് ദ വെർബ് ഈസ് യൂസ്ഡ് അലോങ് വിത്ത് ആം ഈസ് ആർ കേട്ടോ. ഇതങ്ങോട്ട് എഴുതുക കേട്ടോ. ഓക്കെ, ആ ഫൈൻഡിങ്സ് ഇവിടെ എഴുതിയാൽ മതി. ഇതങ്ങോട്ട് എഴുതിയാൽ ദ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. പിന്നെന്താണ് ഇത് എഴുതുക. ദ ing ഫോം ഓഫ് ദ വെർബ് ഈസ് യൂസ്ഡ് അലോങ് വിത്ത് ആം ഈസ് ആർ അല്ലേ. അതിവിടെ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് അടുത്തത് നോക്കിയേ. എന്താണ് നെക്സ്റ്റ്? റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഐഡന്റിഫൈ ദ ആക്ഷൻസ് ഗോയിങ് ഓൺ അറ്റ് ദ പ്രസന്റ് ടൈം അല്ലേ. എന്താണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് ഈ ഫോളോയിങ് പാസേജ് ഇതൊക്കെ എന്താണ് ആക്ഷൻ എന്താണ് ഗോയിങ് ഓൺ അറ്റ് ദ പ്രസന്റ് ആ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കേട്ടോ. ഇവിടെ നോക്കിയേ. ജോൺ ലീവ്സ്
ഇൻ മുംബൈ അല്ലേ. ജോൺ അവിടെ ജീവിക്കുകയാണല്ലേ. അപ്പോൾ അവന് ഹാബിച്വലാണ്, അവിടെ നിൽക്കുന്ന ആളാണല്ലേ. പിന്നെ ഹീസ് വർക്കിംഗ് ഇൻ എ റെസ്റ്റോറൻറ്റ്. അയാൾ എവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈസ് വർക്കിംഗ്. കണ്ടോ, ഹീസ് വർക്കിംഗ് ഇൻ റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. ഹി വർക്ക് 6 days a week. പിന്നെ എന്താ അത് ഒരു ഹാബിച്വലാണ് അല്ലേ. ഹി വർക്ക് 6 days a week അല്ലേ. പിന്നെ ആഫ്റ്റർ വർക്ക് ഹി പ്ലേസ് എ സോസർ ഓർ ബേസ്ബോൾ വിത്ത് ഹിസ് സൺ. ഹി ട്രൈസ് ടു പ്ലേ എവറി ഡേ. അയാൾ ദിവസം കളിക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലേ. ബട്ട് സംടൈംസ് ഹി കനോട്ട്. ചിലപ്പോൾ കഴിയാറില്ല. ജോൺസ് വൈഫ് വർക്ക്സ് ടു. ജോണിന്റെ വൈഫും വർക്ക് ചെയ്യുന്നില്ലേ. ഷീ ഈസ് വർക്കിംഗ് കേട്ടോ. ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് അല്ലേ. ദർ ചിൽഡ്രൻ ആർ സ്റ്റഡിയിങ് അല്ലേ ഇൻ ഹെർ സ്കൂൾ. സോ ഷീ ഈസ് വെരി ഹാപ്പി അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പാസേജ് കണ്ടത് എന്താ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അല്ലേ. കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ദ സെന്റൻസ് ഫ്രോം ദ പാസേജ് ഗിവൺ എബോവ്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഇനി എന്താ ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. ഈ പാസേജ് നോക്കിയിട്ട് ഒന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ. ആക്ഷൻസ് ദാറ്റ് ആർ കണ്ടിന്യൂ. എന്താണ് ആക്ഷൻസ്? കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷൻസ് ഏതൊക്കെയാണ് നോക്കുക. ഏതൊക്കെയാണ് കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷൻസ് ഇവിടെ പറയുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹി ഈസ് വർക്കിംഗ് ഇൻ എ റെസ്റ്റോറൻറ്റ് അല്ലേ. അയാൾ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുകയാണ് അല്ലേ. പിന്നെ ഏതാ നിങ്ങൾ എഴുതേണ്ടത്? ING ഉള്ളതൊക്കെ നോക്കുക. ഏതാ എഴുതേണ്ടത് ഇനി? ഹി ഈസ് വർക്കിംഗ് ഇൻ എ റെസ്റ്റോറൻറ്റ്. പിന്നെ സംടൈംസ് വൈഫ് വർക്ക്. ഷീ ഈസ് വർക്കിംഗ് അല്ലേ. ഇത് എഴുതുക. ഷീ ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചർ അല്ലേ. പിന്നെ ചിൽഡ്രൻ ആർ സ്റ്റഡിയിങ് ഇൻ ഹെർ സ്കൂൾ. അതൊക്കെ ഈ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഇതിൽ എഴുതുക കേട്ടോ. എവിടെയാണ് ഇത് എഴുതേണ്ടത്? പിന്നെ അടുത്തത് എന്താണ്? ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻ റെഗുലർലി. ഇനി ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻ റെഗുലർലി എന്താണ്? ഈ ഷീ ഈസ് വർക്കിംഗ് എന്നുള്ളത് ഇവിടെ എഴുതണം കേട്ടോ. അതുപോലെ ചിൽഡ്രൻസ് ആർ സ്റ്റഡിയിങ് ഇൻ സ്കൂൾ എന്നുള്ളതും ഇവിടെ എഴുതുക കേട്ടോ. ഓക്കെ, അത് എഴുതിയ ശേഷം ഇനി ആക്ഷൻ ദാറ്റ് ഹാപ്പൻ റെഗുലർലി. ഇനി നടക്കുന്ന സംഭവങ്ങൾ, ആക്ഷൻസ് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് നോക്കാം. എന്താണ്? ഹി വർക്ക് 6 days എന്താണ് 6 days a week അല്ലേ. അയാൾ വർക്ക് ചെയ്യുന്നത് അല്ലേ. അതെന്താ റെഗുലർലി ആണല്ലോ സംഭവം അല്ലേ. എന്താണ്? അതൊന്ന് എഴുതുക. പിന്നെ എന്താണ്? ജോൺ ലീവ്സ് ഇൻ മുംബൈ. അത് എഴുതുക. ഹി വർക്ക് 6 days a വർക്ക്. പിന്നെ ഹി പ്ലേസ് സോസർ ഓർ ബേസ്ബോൾ അല്ലേ. പിന്നെന്താ? ഹി ട്രൈസ് ടു പ്ലേ എവറി ഡേ. പിന്നെന്താണ്? ജോൺസ് വൈഫ് വർക്ക്സ് ടു അല്ലേ. അത് എഴുതുക. പിന്നെന്താണ്? ഷീ ഈസ് വെരി ഹാപ്പി അല്ലേ. ഇതും എഴുതുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത എന്താ നോക്കാം നമുക്ക്. ഇതൊക്കെ എന്താക്കുകയാണ്? ഇതൊക്കെ ഇവിടെ എഴുതുക കേട്ടോ. ഇവിടേക്ക് എഴുതുക. പ്ലേസ് ഇത് ഹി പ്ലേസ് ഉള്ളത്. പിന്നെ ഹി ട്രൈസ് ടു പ്ലേ എവറി ഡേ. പിന്നെ ജോൺസ് വൈഫ്സ് വർക്ക്സ് ടു. പിന്നെ എന്താണ്? ഷീ ഈസ് വെരി ഹാപ്പി. അതൊക്കെ ഈ കോളത്തിലാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് എന്താണ് നമുക്ക് എന്താണ്? തിങ്ക് ഓഫ് എ പ്ലേസ് വെർ യു വുഡ് ലൈക്ക് ടു ബി. ക്ലോസ് യുവർ ഐസ് ആൻഡ് ഇമാജിൻ ദിസ് പ്ലേസ് ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ. എന്താണ്? തിങ്ക് ഓഫ് എ പ്ലേസ് വെർ യു വുഡ് ലൈക്ക് ടു ബി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണ്? വെർ യു വുഡ് ലൈക്ക് ടു ബി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ക്ലോസ് യുവർ ഐ. നിങ്ങൾ കണ്ണടയ്ക്കുക. ആൻഡ് ഇമാജിൻ ദിസ് പ്ലേസ് ഇസ് എ ഗ്രേറ്റ് ഡീറ്റെയിൽ. എന്താക്കുക? നിങ്ങൾ കണ്ണടച്ചതിന് ശേഷം ഇമാജിൻ ചെയ്യുക ഈ പ്ലേസിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അല്ലേ. വാട്ട് ആർ യു ഡൂയിങ്. കണ്ണടച്ചിട്ട് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയെന്ന് തോന്നുക. എന്നിട്ട് വാട്ട് ആർ യു ഡൂയിങ്. നിങ്ങൾ എന്താ കണ്ണടച്ച എല്ലാവരും. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം വിചാരിക്കുക. ആ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക? ഞാൻ ചോദിക്കുന്ന ആൻസറിന് ആൻസർ ചെയ്യുക. കണ്ണടയ്ക്കാനായിട്ട് എല്ലാവരും എന്നിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിൽക്കുക. എന്നിട്ട് എന്താക്കുക? നിങ്ങൾ ചോദിക്കുക. ഞാൻ ചോദിക്കുകയാണെന്ത്? വാട്ട് ആർ യു ഡൂയിങ്. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? പറ. ഹൗ ഈസ് ദ വെദർ. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ? കണ്ണ് തുറക്കരുത് കേട്ടോ. ഞാൻ പറയുമ്പോൾ കണ്ണ് തുറക്കാവൂ. ഹൗ ഈസ് ദ വെദർ. എങ്ങനെയാണ് ആ കാലാവസ്ഥ ഇപ്പോൾ? വാട്ട് ഡു യു സീ. നിങ്ങൾ എന്താ ഇപ്പോൾ കാണുന്നത്? വേർ ആർ യു സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്. നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതും ഇരിക്കുന്നതൊക്കെ? നിൽക്കുകയാണോ ഇരിക്കുകയാണോ ഇപ്പോൾ ചെയ്യുന്നത്? എവിടെയാണത്? ഹൂ ഈസ് വിത്ത് യു. നിങ്ങൾ കൂടുതൽ ആരാ ഉള്ളത്? നൗ ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് യു ഹാവ് ജസ്റ്റ് ഇമാജിൻഡ്. ഇനി എല്ലാവരും കണ്ടു പറഞ്ഞേ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് എന്താക്കുക? നിങ്ങളിപ്പോൾ ഇമാജിൻ ചെയ്ത സംഭവമൊക്കെ ഒരു ചെറിയൊരു ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. യു മേ ബിഗിൻ. നിങ്ങൾക്ക് തുടങ്ങുക. ഐ ആം സിറ്റിംഗ് ഓൺ എ ക്വയറ്റ് ബീച്ച്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് എന്താ ബീച്ചിലാണ് അല്ലേ. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്താക്കുക? അവിടെ എഴുതണം.
ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം? ഐ ആം സിറ്റിംഗ് ഓൺ എ ക്വയറ്റ് ബീച്ച് വിത്ത് മൈ ഫ്രണ്ട്സ്. ടീച്ചർ ഇപ്പോൾ ഒരു ജസ്റ്റ് എഴുതി തരുന്നേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളായുള്ള രീതിയിൽ എഴുതുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ടീച്ചർ എഴുതി തരുന്നേ ഉള്ളൂ. നിങ്ങൾ എന്താണോ വിചാരിച്ചത് അത് വെച്ച് എഴുതുക കേട്ടോ. ടീച്ചറായിട്ടുള്ള ഇത് തരികയാണ്. ഐ ആം സിറ്റിംഗ് ഓൺ എ ക്വയറ്റ് ബീച്ച് വിത്ത് മൈ ഫ്രണ്ട്സ്. ദ വെദർ ഈസ് വെരി ക്ലിയർ. വെദർ എന്താണ്? ക്ലിയർ ആണ് അല്ലേ? ദ വൈറ്റ് സാൻഡി ബീച്ച് ലൈൻഡ് വിത്ത് പാം ട്രീസ് വിത്ത് ഈസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. എന്താണ്? നല്ല ഭംഗിയുള്ള സൈറ്റ് ആണ് അല്ലേ? പാം ട്രീസ് ഒക്കെ ആയിട്ടുള്ള ബീച്ച്, നല്ല മണൽ തീരമുള്ള വെള്ള മണൽ കളറുള്ള ബീച്ച്, നല്ല ലൈനായിരിക്കുന്ന പാം ട്രീസ് ഒക്കെ ഉണ്ട്. ആ സൈറ്റ് ബ്യൂട്ടിഫുൾ സൈറ്റ് ആണ് അല്ലേ? ദർ ആർ മെനി പീപ്പിൾ ഓൺ ദ ബീച്ച്. ഒരുപാട് ആൾക്കാരുണ്ട് ബീച്ചിൽ അല്ലേ? സം ഓഫ് ദം ആർ സ്വിമ്മിങ് ഇൻ ദ സീൻ. ചിലരെന്താണ്? സീയിൽ നീന്തുകയാണ് അല്ലേ? ആൻഡ് സം അതേഴ്സ് ആർ റിലാക്സിങ് ഓൺ ദ ഷോർ. ചിലരെന്താണ്? ഷോറിൽ, തീരത്ത് എന്താണ്? റിലാക്സ് ചെയ്ത് കൊടുക്കുക അല്ലേ? ദ വെൻഡേഴ്സ് ആർ സെല്ലിങ് ഐസ്ക്രീം ആൻഡ് ഗ്രൗണ്ട് നട്ട് അല്ലേ? എന്താ കച്ചവടക്കാരെന്താക്കുന്നുണ്ട്? ഐസ്ക്രീം വിൽക്കുന്നുണ്ട്, അതുപോലെ കടല വിൽക്കുന്നുണ്ട് അല്ലേ? ചിൽഡ്രൻസ് ആർ ബിൽഡിംഗ് സാൻഡ് കാസിൽസ് ആൻഡ് ഫ്ലൈയിങ് കൈറ്റ്സ് അല്ലേ? കുട്ടികൾ എന്താ കളിക്കുന്നുണ്ട് അല്ലേ? സാൻഡ് കാസിൽസ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കൈറ്റ്സ് ഒക്കെ എന്താക്കുന്നുണ്ട്? പറത്തുന്നുണ്ട് അല്ലേ? ഇത് ആയിട്ട് ഞാൻ എഴുതിയത്. ഇനി നിങ്ങൾ നിങ്ങളതായുള്ള രീതിയിൽ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ, ഡി. പ്രസന്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഐഡന്റിഫൈ ദ സെന്റൻസ് ഇൻ ദ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം. ഇതെന്താണ്? ഇത് ക്ലാസ് പ്രസന്റ് ചെയ്യുക അല്ലേ? എന്നിട്ട് നിങ്ങളെ ഫ്രണ്ട്സുകൾ ഐഡന്റിഫൈ ചെയ്ത സെന്റൻസ് എന്താണെന്നുള്ള പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിൽ നിങ്ങൾ എന്താക്കുക? അത് എന്താണ്? ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഐഡന്റിഫൈ ദ സെന്റൻസ് ഇൻ ദ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം. എന്നിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനോട് പറയുക ഇതിൽ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം എന്താന്ന് നമുക്കറിയാലോ. എന്താണ്? ING ഫോം വരുന്നത് അല്ലേ? കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ING വരുന്നത് അല്ലേ? അതിന്റെ മുന്നേ ആം, ഈസ്, ആർ എന്നുള്ള വരുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ഹി ഈസ് ടോക്കിംഗ്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഐ ആം സിറ്റിംഗ് അല്ലേ? അപ്പോൾ ഐ ആം സിറ്റിംഗ്, ആം സിറ്റിംഗ് അല്ലേ? അപ്പോൾ കണ്ടിന്യൂസ് ഫോം, പ്രസന്റ് കണ്ടിന്യൂസ് ഫോം പറയുമ്പോൾ ING വരണം, അതിന്റെ മുന്നേ ആം, ഈസ്, ആർ ഉള്ളത് വരണം. ഓക്കെ, മനസ്സിലായല്ലോ എന്താന്നുള്ളത്? അപ്പോൾ ആ കണ്ടിന്യൂസ് ഫോം ഉള്ളതൊക്കെ ഇതെന്ന് കണ്ടുപിടിക്കാൻ പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കാം നമുക്ക്. എന്താണ്? ഹിയർ ഈസ് എ ഡയറി എൻട്രി ഓഫ് എ ഗേൾ ഡിസ്ക്രൈബിംഗ് ദ എക്സ്പീരിയൻസ് ഷീ ഹാഡ് ഡ്യൂറിംഗ് ഹെർ സ്റ്റേ ഇൻ മുംബൈ. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, എഡിറ്റ് ദം. ദ എറേഴ്സ് ആർ അണ്ടർലൈൻഡ്. എന്താണ്? ഇവിടെ കുറച്ച് ഡയറി എൻട്രി ആണ് അല്ലേ? ഒരു കുട്ടീൻ്റെ സ്കൂൾ, എന്താ ഒരു പെൺകുട്ടീൻ്റെ, അവളുടെ മുംബൈയിൽ നിൽക്കുന്ന ടൈമിലുള്ള അവിടുത്തെ എക്സ്പീരിയൻസിന് വിവരിച്ചുകൊണ്ടുള്ള ഒരു ഡയറി എൻട്രി ആണ് ഇവിടെ അല്ലേ? ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. ഇതിൽ കുറച്ച് തെറ്റുകളുണ്ട് അല്ലേ? എഡിറ്റ് ദം. ദ എറേഴ്സ് ആർ അണ്ടർലൈൻ. അതിന് എഡിറ്റ് ചെയ്യുക അല്ലേ? അത് എന്താണ്? അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ ആം മീറ്റിംഗ് അല്ലേ? ഐ ആം മീറ്റിംഗ് എ റിയലി ഇൻട്രസ്റ്റിംഗ് ഗേൾ ഇൻ മൈ നൈബർഹുഡ് കഫേ ദിസ് മോർണിംഗ്. ഐ വാസ് റൈറ്റിംഗ് ലെറ്റർ ടു മൈ മദർ ആൻഡ് ഷീ ആസ്ക്സ് me what a language I was writing in. We end up the talking for about an hour. People in Mumbai were comfortable with each other. It seemed quite natural for two people to just started talking in a cafe. This is something that don't happen in my place at home. I would never start chatting with a stranger. I see that it's easy to meet ന്യൂ പീപ്പിൾ ഹിയർ അല്ലേ? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ ഇവിടെ കുറേ തെറ്റുണ്ട് അല്ലേ? ആ തെറ്റാണ് ഇവിടെ ആ മീറ്റിംഗ് എന്നുള്ളത് തെറ്റാണ് അല്ലേ? അതുപോലെ എന്താണ്? ആസ്ക് അല്ലേ? ഷീ കഴിഞ്ഞിട്ട് ആസ്ക് അല്ല വരിക അല്ലേ? പിന്നെ അതുപോലെ ടു കഴിഞ്ഞിട്ട് എപ്പോഴും എന്താണ് ഞാൻ പറഞ്ഞത്? ബേസ് ഫോം ആണ് വരേണ്ടത് അല്ലേ? ടു കഴിഞ്ഞിട്ട് എന്താണ് വരേണ്ടത്? നമുക്ക് ഇവിടെ ബേസ് ഫോം വരണം അല്ലേ? അപ്പോൾ മറ്റേ ബേസ് ഫോം എന്താ? മീറ്റ് അല്ലേ? അപ്പോൾ ടു കഴിഞ്ഞിട്ട് മീറ്റ് ആണ് വരേണ്ടത്. അതുപോലെ എന്തൊക്കെയാണ് തെറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഐ മെറ്റ് എ റിയലി ഇൻട്രസ്റ്റിംഗ് ഗേൾ ഇൻ മൈ നൈബർഹുഡ് കഫേ ദിസ് മോർണിംഗ്. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ ടു മൈ മദർ ആൻഡ് ഷീ ആസ്ക്ഡ് മീ വാട്ട് ലാംഗ്വേജ് ഐ വാസ് റൈറ്റിംഗ് ഇൻ. We ended up talking for about an hour. People in Mumbai seemed very comfortable with each other. It seems quite natural for two people to just start talking in a cafe. This is something that doesn't happen in my place. At home, I would never start chatting with a stranger. I see that it's easy to meet new people here. ഇതാണ് ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കി 13th. റീഡ് ദ സെന്റൻസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സെന്റൻസ് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് അത് നോക്കാം നമുക്ക്. എന്താണ് അത്? വാട്ട് ആർ യു മേക്കിംഗ് റോബോട്ടിനോ ആസ്ക്ഡ് ഹിസ് മദർ ഫോൺലി. എന്താണ് നീ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. എന്താണ് റോബോട്ടിനോ നീ ഉണ്ടാക്കുന്നതെന്ന് അവൻ്റെ അമ്മ ചോദിച്ചില്ലേ? വാട്ട് ആർ ദ അതർ വേസ് ഓഫ് ആസ്കിങ് ദ സെയിം ക്വസ്റ്റ്യൻ ഡിസ്കസ് ആൻഡ് റൈറ്റ്. ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കുക? ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് ചോദിക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ചോദിക്കുക? ക്യാൻ യു ടെൽ മീ വാട്ട് യു ആർ ഡൂയിങ് അല്ലേ? വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുക അല്ലേ? പിന്നെന്താ? കുഡ് യു പ്ലീസ് ടെൽ മീ
വാട്ട് ആർ യു ഡൂയിങ് അങ്ങനെ ചോദിക്കുക അല്ലേ. പിന്നെ എന്താണ്, ഐ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് യു ആർ ഡൂയിങ് അല്ലേ, അങ്ങനെയും ചോദിക്കുക അല്ലേ. ഇതേ സെയിം ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ചോദിക്കുക അല്ലേ. ക്യാൻ യു ടെൽ മീ വാട്ട് യു ആർ ഡൂയിങ്, കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് യു ആർ ഡൂയിങ്, ഐ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് യു ആർ ഡൂയിങ് അല്ലേ. നീ എന്താ ചെയ്യുന്നത്, എനിക്ക് താല്പര്യമില്ലേ. ഈ വാട്ട് ആർ യു മേക്കിംഗ് റോബോട്ടിന എന്നുള്ള ആ ചോദ്യത്തിന് എന്താക്കുകയാണ്, ഈ ചോദ്യങ്ങളോടൊക്കെ എന്താക്കുക നമുക്ക് ചോദിക്കാൻ പറ്റും. ഇനി എന്താണ് അടുത്തത് നോക്കിയേ. Now read the imaginary conversation between Robotino and his grandfather. Now read the imaginary conversation between Robotino and his grandfather and identify different ways of asking questions അല്ലേ. ഇവിടെ ഇമാജിനറി കോൺവെർസേഷൻ ആണ് റോബോട്ടിനെയും അവൻ്റെ ഗ്രാൻഡ് തമ്മിലുള്ള അല്ലേ. എന്നിട്ട് അവിടെ എന്താണ്, അവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് പല മെത്തേഡിലാണ് അല്ലേ. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. റോബോട്ടിനോ, കുഡ് യു പ്ലീസ് ടെൽ മീ എ സ്റ്റോറി ഗ്രാൻഡ് പാ അല്ലേ. എന്താണ് ഒരു സ്റ്റോറി പറയുമ്പോൾ ഗ്രാൻഡ് പാ എന്നാണ് അല്ലേ. ഗ്രാൻഡ് പാ പറയാണ് ഐ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് സ്റ്റോറി യു വുഡ് ലൈക്ക് ടു ഹിയർ. എന്താണ് അപ്പോൾ ഗ്രാൻഡ് പാ പറയുന്നത് അല്ലേ, എന്താണ് ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് to know what story you would like to hear അല്ലേ. നിനക്ക് ഏത് സ്റ്റോറിയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് എന്താണ് എനിക്ക് അത് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞില്ലേ. റോബോട്ടിനെ, ക്യാൻ യു ടെൽ മീ വൈ ഏഞ്ചൽസ് ലീവ് ഇൻ ഹെവൻ. എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ഏഞ്ചൽസ് അല്ലേ, ഹെവനിൽ താമസിക്കുന്ന ഏഞ്ചൽസിൻ്റെ എന്തുകൊണ്ടാണ് ഏഞ്ചൽസ് ഹെവനിൽ താമസിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ. ഗ്രാൻഡ് പാ, ഹാവ് യു ഗോട്ട് എനി ഐഡിയ അബൌട്ട് ഏഞ്ചൽസ് ഡു ഫോർ അസ്. നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഏഞ്ചൽസ് നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് എന്നുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുകയാണല്ലേ. റോബോട്ടിന്, ഐ ആം എഫ്രൈഡ് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. എന്താണ് എനിക്ക് പേടിയാണ്, എന്താണ് എനിക്ക് അറിയില്ല അല്ലേ, എനിത്തിങ് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഗ്രാൻഡ് പാ, ഇഫ് യു ലൈക്ക് ഐ കുഡ് ടെൽ യു എ സ്റ്റോറി അബൌട്ട് ഇറ്റ്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ആ സ്റ്റോറി പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ റോബോട്ടിനോ, താങ്ക് യു വെരി മച്ച് ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞില്ലേ. യു ഹാവ് നോട്ടഡ് ദാറ്റ് ഈച്ച് അട്ടറൻസ് ഇൻ ദ അബോവ് കോൺവെർസേഷൻ സെർവ്സ് എ ഫംഗ്ഷൻ. ഡിസ്കസ് നൗ കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ഇവിടെ എന്താണ്, ഇവിടെ നിങ്ങൾ എന്താണ് ഈ അബോവ് കോൺവെർസേഷൻ നിങ്ങൾ മനസ്സിലാക്കി അല്ലേ. അതിൽ എന്താണ് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫങ്ഷൻസ് ആസ്കിങ് ഫോർ ഇൻഫോർമേഷൻ, എന്താണ് ഒരു ഇൻഫോർമേഷൻസ് എന്താ വിവരം അറിയാൻ വേണ്ടി ചോദിക്കുന്നത് എന്താന്നുള്ളതാണ് അല്ലേ. അട്ടൻസ് എന്താണ്, ഇറ്റ് ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് സ്റ്റോറി യു വുഡ് ലൈക്ക് ടു ഹിയർ അല്ലേ. എന്താണ് ഐ ഷുഡ് ബി ഇൻട്രസ്റ്റഡ്, എനിക്ക് ഇൻട്രസ്റ്റഡ് ആവണം അല്ലേ. ടു നോ എന്താണ് അറിയാൻ, എന്ത് ഏത് സ്റ്റോറി എനിക്ക് ഇഷ്ടം എന്നുള്ളത് എനിക്ക് അറിയണം എന്നാണ് പറയുന്നത് അല്ലേ. ഇനി മേക്കിംഗ് എ റിക്വസ്റ്റ്, പിന്നെ ഓഫറിങ് ഹെൽപ്പ്, അക്സെപ്റ്റിംഗ് ഹെൽപ്പ്, എന്താ മേക്കിംഗ് റിക്വസ്റ്റ് ചോദിക്കുന്ന ചോദ്യം ഏതാണെന്നുള്ളതാണ്. പിന്നെ ഓഫറിങ് ഹെൽപ്പ് ചോദിക്കുന്ന ഏതാണ്, അക്സെപ്റ്റിംഗ് ഹെൽപ്പ് സ്വീകരിക്കുന്ന ഏതാണ്, സെയിങ് യു ഡു നോട്ട് നോ അല്ലേ, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് നമുക്ക് നോക്കാം. നോക്കൂ ഇവിടെ ആസ്കിങ് ഫോർ ഇൻഫോർമേഷൻ ആണ് അല്ലേ. ഇറ്റ് ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് സ്റ്റോറി യു വുഡ് ലൈക്ക് ടു ഹിയർ അല്ലേ. അത് ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നത് അല്ലേ. അതുപോലെ ക്യാൻ യു ടെൽ മീ വൈ ഏഞ്ചൽസ് ലീവ് ഇൻ ഹെവൻ അല്ലേ. ഏഞ്ചൽസ് എന്താണ് ഹെവനിൽ താമസിക്കുന്നത് എങ്ങനെയാന്നുള്ളത് പറയാൻ പറ്റുമോ അല്ലേ. അത് എന്താണ് വിവരം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് അല്ലേ. പിന്നെ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി എന്താണ് വിവരം അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. ഹാവ് യു ഗോട്ട് എനി ഐഡിയ വാട്ട് ഏഞ്ചൽസ് ഡു ഫോർ അസ് അല്ലേ. എന്താണ് ഏഞ്ചൽസ് നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് എന്നുള്ളത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതൊക്കെ എന്താണ് ഇവർ ഈ കോൺവെർസേഷനിലുള്ളതാണ് കേട്ടോ അതൊക്കെ. ഇനി നമുക്ക് മേക്ക് റിക്വസ്റ്റ് ചോദിക്കുകയാണ് അല്ലേ. ഇങ്ങനെ കുഡ് യു പ്ലീസ് ടെൽ മി എ സ്റ്റോറി ഗ്രാൻഡ് പാ. നമ്മൾ എന്തായാലും റിക്വസ്റ്റ് ചോദിക്കുമല്ലോ, അത് ഇങ്ങനെ ചോദിക്കുക അല്ലേ. കുഡ് യു പ്ലീസ് ദയവായിട്ട് പറഞ്ഞു തരുക സ്റ്റോറി ഗ്രാൻഡ് പാ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഇനി ഓഫറിങ് ഹെൽപ്പ് ഓഫർ ചെയ്യുക അല്ലേ. ഇഫ് യു ലൈക്ക് ഐ കുഡ് ടെൽ യു എ സ്റ്റോറി അബൌട്ട് ഇറ്റ് അല്ലേ. അപ്പോൾ ഒരു ഹെൽപ്പ് പറയാം അല്ലേ. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്താക്കാൻ ഞാനൊരു സ്റ്റോറി പറഞ്ഞുതരാം അതിനെ കുറിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ. എനിക്ക് പറയാൻ കഴിയുമെന്ന് പറഞ്ഞില്ലേ. അക്സെപ്റ്റിംഗ് ഹെൽപ്പ് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, താങ്ക് യു വെരി മച്ച് ഗ്രാൻഡ് പാ. അപ്പോൾ പറഞ്ഞപ്പോൾ ഹെൽപ്പ് അല്ലേ സ്റ്റോറി പറഞ്ഞുതരാന്ന് പറയുമ്പോൾ എന്താ അക്സെപ്റ്റ് ചെയ്യാണ് അല്ലേ. താങ്ക് യു വെരി മച്ച് ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞില്ലേ. സെയിങ് യു ഡു നോട്ട് നോ, നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് എങ്ങനെയാ പറയാ, ഐ ആം എഫ്രൈഡ് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ് അല്ലേ. ഞാൻ പേടിക്കുന്നുണ്ട്, എന്താ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇവിടെ പറയുന്നത് എന്താണെന്നുള്ളത് ആസ്കിങ് ഫോർ ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് ഈ മൂന്നെണ്ണം അല്ലേ. പിന്നെ മേക്ക് ഇറ്റ് റിക്വസ്റ്റ് ആണെങ്കിലോ പ്ലീസ് ദയവായിട്ട് എന്നൊക്കെ പറയുമല്ലോ അല്ലേ, അതാണ് റിക്വസ്റ്റ് ചോദിക്കുക അല്ലേ. പിന്നെ ഓഫറിങ് ഹെൽപ്പ് ഓഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇഫ് ലൈക്ക് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ല, അതൊക്കെ നമുക്ക് ഓഫറിങ് ഹെൽപ്പാണ് അല്ലേ. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടില്ലേ, ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പിന്നെ അക്സെപ്റ്റിംഗ് ഹെൽപ്പ് ഹെൽപ്പ് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, താങ്ക് യു വെരി മച്ച് അല്ലേ. നമ്മൾ നന്ദി പറഞ്ഞിട്ടാണ് ആ ഹെൽപ്പ് സ്വീകരിക്കുക അല്ലേ. സഹായം സ്വീകരിക്കുന്നത് താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. സെയിങ് യു ഡോ നോ അല്ലേ, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ, ഐ ആം എഫ്രൈഡ് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ് അല്ലേ. ഇതൊക്കെ ഈ നമ്മളെ ഇതിലുള്ളതാണ് അല്ലേ. ഇതിലുള്ള ഈ റോബോട്ടിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും ആ കോൺവെർസേഷനിൽ ഉള്ളതാണ് എടുത്ത് എഴുതിയത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത് എന്താ
Next, here are a few situations. How can you ask for information? Use the expressions in the ബോക്സ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കുറച്ച് ഫ്യൂ സിറ്റുവേഷൻസ് ആണ് അല്ലേ? അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് എന്താണ്? ഹിയർ എ ഫ്യൂ സിറ്റുവേഷൻ. ഹൗ ക്യാൻ യു ആസ്ക് ഫോർ ഇൻഫോർമേഷൻ? ഇൻഫോർമേഷൻ വിവരം അറിയാൻ വേണ്ടി എങ്ങനെ ചോദിക്കാൻ കഴിയും? യൂസ് ദ എക്സ്പ്രഷൻസ് ഇൻ ദ ബോക്സ്. ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? നിങ്ങൾക്ക് അത് ബോക്സിലുള്ള എക്സ്പ്രഷൻസ് ഉപയോഗിച്ചിട്ട് ആസ്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, സിറ്റുവേഷൻ ഇതാണ്. അറ്റ് ദ റിസപ്ഷൻ ടേബിൾ ഇൻ എ കമ്പനി ഓഫീസ്. ഈ കമ്പനി ഓഫീസിലുള്ള റിസപ്ഷനിലുള്ള ആളോട് ചോദിക്കുകയാണ് നമുക്ക്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് ചോദിക്കുക? അപ്പോൾ റിസപ്ഷൻ ടേബിൾ, കമ്പനിയിലെ ഓഫീസിലെ റിസപ്ഷൻ ടേബിളിലുള്ള ആൾക്കാരോട് ഇതിലുള്ള ഇത് ചോദിക്കുക. ഫസ്റ്റ് വൺ, എക്സ്ക്യൂസ് മീ, ഡു യു നോ വെൻ ദ മാനേജർ വിൽ കം? അല്ലേ, എപ്പോഴാണ് മാനേജർ വരിക എന്നുള്ളത് നമുക്ക് എന്താക്കാം? റിസപ്ഷൻ ടേബിളിലുള്ള ആൾക്കാരോട് ചോദിക്കുക അല്ലേ. നെക്സ്റ്റ് നോക്കിയാൽ ദ റെയിൽവേ ഇൻഫോർമേഷൻ ഡെസ്കിൽ അല്ലേ, റെയിൽവേ ഇൻഫോർമേഷൻ ഡെസ്കിൽ എന്താണ് ഇത് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്? എന്താണ്? കുഡ് എനി വൺ ടെൽ മീ? അല്ലേ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വെൻ ദ ട്രെയിൻ ടു മുംബൈ വിൽ ഡിപ്പാർട്ട്? അല്ലേ, ഈ ട്രെയിനിൽ എന്താണ് മുംബൈയിലേക്ക് എപ്പോഴാണ് പുറപ്പെടുക എന്നുള്ളത് പറയാൻ പറ്റുമോ? അതാണ് റെയിൽവേ ഇൻഫോർമേഷൻ ഡെസ്ക് ചോദിക്കുക അല്ലേ. നെക്സ്റ്റ് ഏതാണ്? ഈ അതൊക്കെ വെച്ചിട്ട് അല്ലേ, കുഡ് യു എനി വൺ ടെൽ മീ അങ്ങനെ വെച്ച് ചോദിക്കുക അല്ലേ. നെക്സ്റ്റ്, വെൻ യു ആർ നോട്ട് ഷുവർ ഹൂ ഹാസ് ദ ഇൻഫോർമേഷൻ അബൌട്ട് ബസ് ടൈമിങ്? പിന്നെ എന്താണ്? വെൻ യു ആർ നോട്ട് ഷുവർ, നിങ്ങൾക്ക് അറിയില്ല ഈ ബസ്സിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ആ ഇൻഫോർമേഷൻ കിട്ടാൻ നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കുക? I wonder if you could tell me when the next bus is. അല്ലേ, I wonder if you could tell me അങ്ങനെ വെച്ചിട്ട് എന്താക്കുക? when the next bus is എന്നും പറഞ്ഞ് ചോദിക്കുക അല്ലേ. നെക്സ്റ്റ് ബാങ്കിൽ ചോദിക്കുകയാണ് അല്ലേ. അങ്ങനെ ചോദിക്കുക, ക്യാൻ യു പ്ലീസ് ഗീവ് മീ എനി ഇൻഫോർമേഷൻ അബൌട്ട്? ഇങ്ങനെ വെച്ച് ചോദിക്കുക അല്ലേ. ക്യാൻ യു പ്ലീസ് ഗീവ് മീ എനി ഇൻഫോർമേഷൻ അബൌട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ? ഓപ്പണിംഗ് എ ന്യൂ സേവിങ്സ് അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് എന്താ പുതിയ സേവിങ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്താക്കാം? ബാങ്ക് പോയി ചോദിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ക്യാൻ യു പ്ലീസ് ഗീവ് മീ എനി ഇൻഫോർമേഷൻ അബൌട്ട് ഓപ്പണിംഗ് എ ന്യൂ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കിയാൽ, നൗ ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഓർഗനൈസിംഗ് എ ഡോക്യുമെന്ററി ഷോ ഇൻ യുവർ സ്കൂൾ. കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് വിഷ്വൽസ് റിലേറ്റഡ് ടു വേരിയസ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഫെസ്റ്റിവൽസ്, സെലിബ്രേഷൻസ് എക്സെട്ര. പ്രിപ്പയർ നോട്ട്സ് ഓൺ ദ വിഷ്വൽസ്. കണ്ടക്ട് എ ഫോർമൽ പ്രോഗ്രാംസ്, പ്രിപ്പയറിംഗ് നോട്ടീസസ് ആൻഡ് ഇൻവൈറ്റിംഗ് ഗസ്റ്റ്. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു. എന്താണ് ഇവിടെ കുറച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഇവിടെ? നൗ ലെറ്റ് us തിങ്ക് അബൌട്ട് ഓർഗനൈസിംഗ് എ ഡോക്യുമെന്ററി ഷോ സ്കൂളിൽ എന്താണ് ഒരു ഡോക്യുമെന്ററി ഷോ എന്താണ് തുടങ്ങാൻ ഡോക്യുമെൻ്ററി ഷോ സ്കൂളിൽ ഓർഗനൈസ് ചെയ്യാനുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് അല്ലേ. കളക്ട് പിക്ചേഴ്സും ഇതൊക്കെ എന്താക്കുക? കളക്ട് ചെയ്യാം. പിന്നെയോ ഡോക്യുമെൻ്റ് വിഷ്വൽസും ഒക്കെ കളക്ട് ചെയ്യാം. കൾച്ചറൽ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സും ഡോക്യുമെൻറ്റ്സ് വിഷ്വൽസും ഒക്കെ കളക്ട് ചെയ്യുക അല്ലേ. അതായത് ആ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ഫെസ്റ്റിവൽസോ സെലിബ്രേഷൻസ് ഒക്കെ ആയിരിക്കും അല്ലേ. അതിന് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ കുറിച്ചിട്ടുള്ള ചിത്രങ്ങളും ഡോക്യുമെൻ്റ് വിഷ്വൽസും ഒക്കെ കളക്ട് ചെയ്യുക. പ്രിപ്പയർ നോട്ട്സ് ഓൺ ദ വിഷ്വൽസ്. എന്നിട്ട് എന്താക്കുക? ഈ വിഷ്വൽസിനെ കുറിച്ചിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. കണ്ടക്ട് എ ഫോർമൽ പ്രോഗ്രാംസ്, പ്രിപ്പയറിംഗ് നോട്ടീസസ് ആൻഡ് ഇൻവൈറ്റിംഗ് ഗസ്റ്റ്. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു. എന്താണ് നിങ്ങൾ എന്താക്കുക? ഫോർമൽ പ്രോഗ്രാംസും അതുപോലെ പ്രിപ്പയറിംഗ് നോട്ടീസൊക്കെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഗസ്റ്റുകളൊക്കെ ഇൻവൈറ്റ് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾക്ക് എന്താ റെഡിയാക്കുക. നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ സഹായിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ അപ്പം നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ആക്ടിവിറ്റീസൊക്കെ നന്നായി മനസ്സിലാക്കി ചെയ്യുക കേട്ടോ. അതുപോലെ വെർബും അതുപോലെ എന്താണ് സിംഗുലർ പ്ലൂറൽ അതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളത് അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും. അതിന് പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.